പറ്റത്തില്ല. കർത്താവിന്റെ മഹാദയയ്ക്ക്, കരുണയ്ക്ക്, ആർദ്രതയ്ക്ക്, കൃപയ്ക്കെല്ലാമായിട്ട് എല്ലാവരും വായി തുറന്ന് എൻ്റെ കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. നന്ദി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്ത കാര്യങ്ങളെ ഒന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. ഈ രാജ്യത്തിൽ കടന്നു വന്നപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെങ്കിൽ ഇന്ന് കുടുംബം തന്നു, കുഞ്ഞുങ്ങളെ തന്നു, തലമുറ തന്നു, സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി. എൻ്റെ കർത്താവിന് സകല മഹത്വവും, മാനവും, ബഹുമാനവും, പുകഴ്ചയും, യോഗ്യതയും ഒരുവൻ മാത്രമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിലായിട്ട് മറ്റൊരു നാമമില്ല. ഉറ്റവരെല്ലാരും കൈവിട്ട വേളയിൽ നിൻ സ്നേഹം മാത്രം എന്നാശ്രയം. ഉറ്റവരെല്ലാരും കൈവിട്ട വേളയിൽ നിൻ സ്നേഹം മാത്രം എന്നാശ്രയം. ഒറ്റയ്ക്കു തെങ്ങി ഞാൻ നീങ്ങിയ നാളതിൽ നിന്നുടെ കരമെന്നെ തേടിയെത്തി. ഒറ്റയ്ക്ക് തേങ്ങി ഞാൻ നീങ്ങിയ നാളതിൽ നിന്നുടെ കരമെന്നെ തേടിയെത്തി. ഉറ്റവരെല്ലാരും കൈവിട്ട വേളയിൽ നിൻ സ്നേഹം മാത്രം എന്നാശ്രയം. Father, we pray together according in one heart, Lord. Thank you, Jesus. Thank you for your presence. Thank you for your mighty presence. We feel the presence of God. Hallelujah. We believe you are in here. Hallelujah. Your promise is in here. 2 or 3, wherever gathering. Hallelujah. The presence is, your presence is in here. So we believe miracles. Hallelujah. In the midst of us, God doing miracle things. Hallelujah. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങയുടെ മഹാദയയ്ക്കും, കാരുണ്യയ്ക്കും, ആർദ്രതയ്ക്കും, കൃപയ്ക്കും എല്ലാമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് അപ്പാ. കർത്താവ് ഇന്ന് കടന്നു വന്ന എല്ലാ മക്കൾക്കുമായിട്ട് നന്ദി പറയുന്നു. കർത്താവിൻ്റെ തിരുകൃപ നമ്മുടെ മധ്യത്തിലുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടതിന് അടിയങ്ങളുടെ ബുദ്ധിയുടെയോ ജ്ഞാനത്തിൻ്റെയോ വാക്കുകളോ വചനങ്ങളോ അല്ല കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി തന്നെ വെളിപ്പെടേണ്ടതിന് എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് ഇതിൻ്റെ മധ്യത്തിൽ നീ വെളിപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നുണ്ട് കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, കരുണയുടെ, ദയയുടെ കർത്താവ്യ കരം ഞങ്ങളുടെ മേൽ നീട്ടിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ യുവർ മൈറ്റി പവർ. നന്ദി പിതാവേ, നന്ദി യേശുവേ. അല്പനേരം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ പരിശുദ്ധാത്മാവെ അങ്ങ് ഈ വചനം എഴുതിയതുപോലെ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏറിയ നന്മകളാൽ നിറയ്ക്കണം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന്? ആമേൻ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അൾസറിനാൽ ഭാരപ്പെടുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്താമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അൾസറിനാൽ ഭാരപ്പെടുന്ന വ്യക്തി, കർത്താവെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ കരം ഉയർത്തിയ മകൻ്റെ മേലെ എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, ഹല്ലേലൂയ, യു pour your anointing upon them, Lord. In the name of Jesus I pray together, Lord. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗബന്ധനം ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആ ക്രൂശിലൂടെ ഒഴിയ രക്തത്തുള്ള പൂർണ്ണ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് ഞങ്ങളുടെ പാപത്തെ ഏറ്റെടുത്ത് അങ്ങ് ക്രൂശിൽ കയറിയതിനാൽ അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. കർത്താവ്, നീ കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. അത് ഈ സൗഖ്യം നിങ്ങളെ അടുത്ത ദിവസം സാക്ഷ്യമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ മനസ്സിലാവും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ലീഡ് ചെയ്ത ഷാജി ബ്രദറിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാട്ടിലായിരിക്കുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു. സ്തോത്രം. തൻ്റെ മകൻ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ദ ഗ്രേറ്റ് ഗിറ്റാറിസ്റ്റ്, വാട്ട് ഈസ് യുവർ നെയിം? Caleb. Hallelujah. Give a great applause to him. Hallelujah. Thank you. Thank you. Thank you. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ആമേൻ. ഓൾറെഡി കർത്താവിൻ്റെ ദാസൻ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലേ. അല്ലെങ്കിൽ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഇന്ന് ദൈവവചനത്താലും നമ്മുടെ സാക്ഷ്യത്താലും കർത്താവിൻ്റെ കൃപ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. നമുക്ക് ചില വചനങ്ങൾ നോക്കി കർത്താവിനെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ആമേൻ. 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10-11 വചനം ഒരാളൊന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ടെ. 2 Peter chapter 1 verse 10
and 11. Yeah. Ah. 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 Amen. Therefore, brethren, be all the more diligent to make certain about his calling and choosing you. For as long as you practice these things, you will never stumble. For in this way, the entrance into the eternal kingdom of our Lord and Savior Jesus Christ will be abundantly supplied to you. Amen. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, ആമേൻ, നിങ്ങളെന്ന് അന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ ഇന്ന് നമ്മളോടാ. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ, കർത്താവേ, അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിളിയും, പറഞ്ഞാട്ടെ, എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ഞാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒരു നാളും ഇടറിപ്പോകാതെ, എന്നോട് കൂടെ വായിച്ചാട്ടെ, ഇങ്ങനെ ചെയ്താൽ ഞാൻ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഞാൻ ധാരാളമായി പ്രാപിക്കും. ഞാൻ ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. രണ്ടാമത്, ഹല്ലേലൂയ, നമ്മൾ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമെന്ന് ദൈവവചനം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അതിനർത്ഥം നമ്മൾ ഒഴുകി പോകാൻ സാധ്യത ഉണ്ട് എന്നതിനർത്ഥം. ആമേൻ. അതുകൊണ്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിനോട് കൂടെ, ഹല്ലേലൂയ, നമ്മൾ ധാരാളമായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്താൽ ഒരു നാളും, മുകളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകാതെ, ഹല്ലേലൂയ, നെവർ വിൽ സ്റ്റംബിൾ. ഹല്ലേലൂയ. നമ്മൾ ഒരു നാളും ഇടറിപ്പോകും. ക്രിസ്തീയ ജീവിതത്തിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്. വലിയ ഉത്സാഹത്തോടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു, വലിയ ഉത്സാഹത്തോടെ ഓടി, ഹല്ലേലൂയ, അനേക ദേശങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അനേക നാളുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. പക്ഷെ അവസാനം നോക്കുമ്പോൾ ഇടറി വീണ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടറിപ്പോകാൻ ഇടവരരുത് എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറഞ്ഞു, 2 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തി മൂലമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമ്മെ തെരഞ്ഞെടുക്കുകയും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും അവൻ നമ്മുടെ മേൽ അയക്കുകയും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വന്തം നിർണയത്താലും കൃപയാലും അത്രേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, അവൻ നമ്മെ രക്ഷിച്ചത്, സുവിശേഷം കൊണ്ട് നമ്മളെ വിളിച്ചത്, ആ വിശുദ്ധ വിളി കൊണ്ടാണ് അവൻ നമ്മെ വിളിച്ചത്. ആമേൻ. അപ്പം he called us for a holy calling. ആമേൻ. ഒരു വിശുദ്ധ വിളിക്ക് വേണ്ടിയിട്ട് അവൻ എന്നെ നിങ്ങളെ വിളിച്ചു. ആ വിശുദ്ധ വിളിയാണ് ഇന്ന് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയാലല്ല, അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന പരമയാഗത്താല. സോ we believe, hallelujah, we believe in that great petition. hallelujah. ആ പരമയാഗത്തെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് ഇതിന്റെ മധ്യത്തിൽ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞ കർത്താവേ, നിന്റെ ആ പരമയാഗത്തെ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആമേൻ. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചത്, വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിച്ചത്, ഹല്ലേലൂയ, നമ്മെ രക്ഷിക്കുകയും സകല കാലത്തിനു മുമ്പേ, ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തി മൂലമല്ല, കർത്താവായ യേശു ക്രിസ്തു സകല കാലത്തിനു മുമ്പേ, ദാറ്റ് മീൻസ് ടൈം ആൻഡ് സ്പേസിന് മുമ്പേ, ടൈമും സ്പേസും ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നാം വിചാരിക്കുന്ന അമ്മയുടെ വയറ്റിൽ രൂപമായപ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഞാൻ 36-ാമത്തെ വയസ്സിലാണ് യേശുവിനെ അറിയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഈ 36-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ, ഏതെങ്കിലും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ കർത്താവിനെ തേടി ചെന്നതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ വെളിപ്പെട്ട. അല്ലേ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറഞ്ഞു, ലോക സ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. അതിൻ്റെ റീസൺ എന്നാന്ന് നമുക്കറിയത്തില്ല. അവന് പ്രിയം തോന്നേണ്ടവനോട് പ്രിയം തോന്നി, അവന് കരുണ തോന്നേണ്ടവനോട് അവൻ കരുണ തോന്നി. ഹല്ലേലൂയ. നാം എത്ര അധികം കർത്താവിൽ പ്രശംസിക്കണം. കാരണം അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് നിറച്ചു വെച്ച് തൻ്റെ സ്വന്തം പുത്രൻ്റെ രാജ്യത്തിലേക്ക്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ.
ഞാനും നിങ്ങളും എല്ലാം ഒരു ഡെമോക്രാറ്റിക്കൽ കൺട്രിയിലാണ് വളർന്നു വന്നത് അല്ലേ? ഡെമോക്രസിയാണ് ഭരിക്കുന്നത്. സ്തോത്രം. ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനത്തിന് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുക. ജനത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ആൾക്കാരുടെ സേവനത്താലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ നൗ വി ആർ നോട്ട് അണ്ടർ എ ഡെമോക്രാറ്റിക്കൽ കമ്പനി, വി ആർ അണ്ടർ ഇൻ എ കിങ്ഡം. നമ്മളൊരു രാജ്യത്തിൻ്റെ കീഴിലാണ്, ഒരു രാജാവിൻ്റെ കീഴിലാണ്. സർവശക്തനായ രാജാവ്, സർവസമ്പന്നനായ രാജാവ്, സകലത്തിൻ്റെ ഉടയവനായ രാജാവ്, സകലത്തിൻ്റെ സൃഷ്ടാവായ രാജാവ്, സകലത്തിൻ്റെ മടക്കി ഭരിക്കുന്ന ഒറ്റ വാക്കിന് ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചവനായ ഒരു രാജാവിന്റെ ആ രാജ്യത്തിലെ പ്രജകളാണെന്ന് ഞാനും നിങ്ങളും. അറ്റ് ദ സെയിം ടൈം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം നമുക്ക് നൽകി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ രാജ്യത്തിലെ വിശ്വാസികൾ മാത്രമല്ല, അവൻ്റെ മക്കളാകുവാനായിട്ടുള്ള അധികാരം. Then the word says, those who walk according his spirit, those are sons of God. Amen. Hallelujah. റോമർ 8:14 പറയുന്നു. അപ്പോൾ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതിൻ്റെ വലിയൊരു പദ്ധതിയാണ് ദൈവമക്കളെ നമ്മുടെ മേലുള്ളത്. ആ പദ്ധതി, ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകോട്ട് പാരമ്പര്യത്തെ അല്ലെങ്കിൽ നമ്മൾ വിട്ടിട്ട് പോകുന്നതിനെ ഒന്നും നമ്മൾ നോക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പരാജയം എന്നറിയോ? അവരെ പോലെ അത്ഭുതം കണ്ടൊരു ജനമില്ല. ശരിയല്ലേ? അവരെ പോലെ അത്ഭുതം കണ്ടൊരു ജനമില്ല. എങ്കിൽ 430 വർഷം അവർ അടിമത്തത്തിൽ കിടന്നതുകൊണ്ട് അവർ 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ട് പോലും അവരുടെ ആ സ്ലേവ് മൈൻഡ്, അവരുടെ അടിമ ചിന്താഗതി അവരിൽ നിന്നും മാറിപ്പോയില്ല. ആമേൻ. എന്ന് ഞാൻ പറഞ്ഞത്, ഞാനും നിങ്ങളും ഈ ഡെമോക്രസിയിൽ, ഡെമോക്രാറ്റിക്കൽ കൺട്രിയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വ്യവസ്ഥിതി മാറാൻ ഹല്ലേലൂയ ചില മാറ്റങ്ങൾ വേണ്ടി വരും. ചില ഉത്സാഹങ്ങൾ വേണ്ടി വരും. കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, നമ്മൾ TV കാണുമ്പോൾ, യൂട്യൂബ് കാണുമ്പോൾ, പേപ്പർ വായിക്കുമ്പോൾ, ന്യൂസ് കേൾക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പുൾ ഔട്ട് ചെയ്യുന്ന, വലിച്ച് താഴെയിടുന്ന വാക്കുകളും ഹല്ലേലൂയ അവരുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാണുന്ന വലിയ ചർച്ചിൻ്റെ അകത്ത്, ഈ സീൻ ചർച്ചിൻ്റെ അകത്ത് ഒരു അൺസീൻ ചർച്ച് ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ സീൻ ചർച്ചിൻ്റെ അകത്ത് ഒരു അൺസീൻ ചർച്ചുണ്ട്. അൺസീൻ ചർച്ചിനോട് എന്ന് പറയാം, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്താൽ അല്ലാതെ ഒന്നും പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും വിശ്വാസത്താൽ അല്ലാതെ പറ്റത്തില്ല. ലോകത്തിലാണെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബാങ്കറെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കണ്ടിട്ടോ നമുക്ക് വേണേൽ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റും. ദാറ്റ്സ് ഫോർ ദ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ. അത് നമ്മൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആ എക്സ്പീരിയൻസിലാണ് നമ്മൾ ലോകത്തിൽ ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ദൈവരാജ്യത്തിൽ വന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയല്ല. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ മൈ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. എൻ്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമാക്കി തീർത്തു തരും. ലോകത്തിലൊരു രോഗം വന്നു കഴിഞ്ഞാൽ നാം ചിന്തിക്കുന്നത് ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടെയുണ്ട്, ഏത് ഡോക്ടറാണ് നല്ലത്. പക്ഷേ ഇവിടെ വചനം പറയുന്നു, ഹല്ലേലൂയ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ കയറിയതുകൊണ്ട് അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബൈ ഹിസ് സ്ട്രൈപ്സ് വി വർ ഹീൽഡ്. ക്ലിയർ ആയിട്ട് കേൾക്കാവോ? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിലൊരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ആശ്രയിക്കും. പക്ഷേ ഇവിടെ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുക. We took an authority to trample upon serpent and scorpion and all the power of the enemy. Nothing shall against us. ആമേൻ. പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, മെതിക്കുവാൻ അവൻ നമുക്ക് അധികാരം തന്നിരിക്കാൻ ഒന്നും നമുക്ക് ഒരിക്കലും ഹാനികരമാകത്തില്ല. അപ്പൊ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സന്തോഷം ഉണ്ടെങ്കിൽ, കുശുമ്പില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് ഒന്ന് പറഞ്ഞേ, താങ്കളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഉള്ളിൽ ഈ അസൂയ ഉണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കർത്താവ് 2003 ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. ഞങ്ങൾ കർത്താവിനെ തേടി ചെന്നല്ല, കർത്താവ് ഞങ്ങളെ തേടി വന്നത്. ആമേൻ. ഈ ശമരിയക്കാരത്തിൻ്റെ അടുക്കലേക്ക് അവളുടെ ഹൃദയത്തിൻ്റെ ഭാരം, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, പ്രശ്നത്തിൽ ഒരു വ്യക്തി പോലും സഹായിക്കാനില്ലാത്തടത്ത് നമ്മൾ വചനം വായിക്കുന്നു, 5 പുരുഷന്മാർ ഉണ്ടായിരുന്നിട്ട് പോലും അവരാരെ ആശ്രയിച്ചിട്ട് അവൾക്ക് ആശ്വാസം കിട്ടാഞ്ഞിട്ട് അവൾ അവിടെ വന്നൊരു പുരുഷനെ, കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ മുഴുവൻ തുറന്നെങ്കിൽ ആ ഒരു എൻകൗണ്ടർ അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ. വിത്തിൻ 30 minutes or 1 hour അവൾ ആ എൻകൗണ്ടറിലൂടെ കർത്താവിന് വേണ്ടിയിട്ടൊരു മാനപാത്രമായി മാറി. തൻ്റെ പാത്രം താഴെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി എൻ്റെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടി തിരിച്ചു മടങ്ങി വന്നു. ആമേൻ.
എന്നാൽ 3 വർഷം കൂടെ നടന്ന ശുശ്രൂഷകരായിട്ടുള്ള അപ്പോസ്റ്റലന്മാർ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പൊതിയും കെട്ടി ഹല്ലേലൂയ ഇലപ്പൊതിയും കെട്ടി തിരിച്ചു വന്നു. ഹല്ലേലൂയ. അവരൊരു മുരടൻ തന്നെ ഒരാളെ പോലെ അവർ കൊണ്ടുവന്നില്ല. പക്ഷെ ഇവൾ അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ ഹല്ലേലൂയ അവളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയി. റിന്യൂ ഹെർ മൈൻഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ചേഞ്ച് ആകണം. ഇന്ന് നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നത് എല്ലാ ആഴ്ചയും വന്ന് കടന്നു വന്നവരെ പോലെ ആകരുത്. ഇന്നൊരു പുതിയ സൃഷ്ടിയായിട്ട് വേണം. പുതിയൊരു ആത്മാവിനെ കൂടെ എനിക്ക് നേടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ, ഒരു വാഞ്ചയിൽ വേണം ഇന്ന് മടങ്ങി പോകുവാൻ. അതിന് വലിയ അധ്വാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകം മതി ഒരു വ്യക്തിയെ വിളിച്ചിറക്കുവാനായിട്ട്. ആമേൻ. ഈ സുവിശേഷത്തിൽ 2 മാത്രമേ ഉള്ളൂ കർത്താവ് ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ചർച്ച്. ഹല്ലേലൂയ. എന്നാൽ 120 പ്രാവശ്യം പുതു നിയമത്തിൻ്റെ അകത്ത് കിങ്ഡം 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 എന്ന് പറഞ്ഞിരിക്കുന്നത്. രാജ്യം 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 രാജ്യം. അതുകൊണ്ട് അവർ പറഞ്ഞ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല ഉറപ്പായിരിക്കണം, വി ആർ നോട്ട് അണ്ടർ എ ഡെമോക്രസി, വി ആർ അണ്ടർ ഇൻ എ കിങ്ഡം, കിങ് ഡൊമിനിയൻ. ഹല്ലേലൂയ. ആ രാജാവിൻ്റെ കീഴിലാണ്. ഈ രാജാവ് സമ്പന്നനായ രാജാവാ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന വ്യക്തി പറയും, നീ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, നീ ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പക്ഷെ നിനക്കൊരു ഉറപ്പുണ്ടാകണം, എൻ്റെ രാജാവ് സമ്പന്നനായതുകൊണ്ട് എനിക്കുള്ളത് അവിടുന്ന് അയച്ചിട്ടുണ്ട്, അതിവിടെ വന്നിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്ത് വിശ്വസിക്കുന്നു അത് ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവ് ഒരിക്കൽ മലമേൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് ഒരു കൂട്ടം ജനങ്ങൾ സ്ക്രൈബ്സുമായിട്ട് സ്കോളേഴ്സുമായിട്ട് ശാസ്ത്രിമാരുമായിട്ട് തർക്കിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തി ഓടി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയാം, കർത്താവ്, എൻ്റെ മകൻ എപ്പിലിപ്സി, അവൻ ചന്ദ്രരോഗത്താൽ വെള്ളത്തിലും തീയിലും അവൻ മറിഞ്ഞു വീഴുന്നു, നിനക്ക് വല്ലം കഴിയുമെങ്കിൽ അവനെ സൗഖ്യമാക്കുവിൻ. കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലതും സാധിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലതും സാധിക്കും. പെട്ടെന്ന് ആ പിതാവ് പറയുന്നത്, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വാക്ക് എന്നാ പറയുന്നറിയോ? ഹലോ, കർത്താവിൻ്റെ അവിശ്വാസത്തെ ശാസിക്കണേന്ന്. ഇതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരേ സമയം വിശ്വാസവും ഒരേ സമയം അവിശ്വാസവും. നാം കിങ്ഡത്തിൽ നിൽക്കുമ്പോൾ തന്നെ നാം ഡെമോക്രസിയുടെ അണ്ടറിലാണ് നമ്മുടെ തോന്നൽ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ എന്നുള്ള തോന്നൽ. അതുകൊണ്ടും എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആരാധനയുടെ മധ്യത്തിൽ, വചന പഠനത്തിൻ്റെ മധ്യത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും ശക്തിപ്പെട്ട്, അതാണ് വല്ലപ്പോഴും ഇടറി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമെന്ന് ദൈവവചനം പറയുന്നത്. ആമേൻ. അങ്ങനെ 2003 ഞാൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഞാൻ ബിസിനസ്സുകാരനായിരുന്നു. സ്റ്റേഷനറി ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു. അതുകൂടാതെ ഒരു മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കമ്പനിയും ഗവൺമെൻറ്റുമായിട്ട് 2003 കേസ് വന്നപ്പോഴത്തേന് എല്ലാം ഇൻകം എല്ലാം ബ്ലോക്കായി. അത് കഴിഞ്ഞ് അനിയനെ കട ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ സംസാരിച്ചപ്പോൾ അവന് തിരിച്ചു തന്നിട്ടില്ല. പക്ഷേ കടയുടെ മേളിലുള്ള ബാധ്യതകൾ എൻ്റെ പേരിലായി. ഹല്ലേലൂയ. എൻ്റെ വീടിൻ്റെ മേളിൽ 11 അറ്റാച്ച്മെൻറ്റ്, പിന്നെ ബാങ്ക് ജപ്തി നോട്ടീസ്, ഇങ്ങനെ വല്ലാത്ത പ്രശ്നം. സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കൈവായ്പ വാങ്ങിച്ചു. പക്ഷെ അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അവർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കതവിനെ മറിഞ്ഞുകൊണ്ട് എൻ്റെ വൈഫിനെ കൊണ്ട് പറയിക്കും ഞാനിവിടെ ഇല്ല എന്ന്. പരിചയക്കാർ വരുന്നതുകൊണ്ട് അകത്ത് കയറി വരും. അപ്പോൾ ഞാൻ പുറത്തുകൂടെ ഇറങ്ങിപ്പോവും, പുറകെ കൂടെ ഇറങ്ങിപ്പോവും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങും. നിങ്ങൾ മലയാളികൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്? ആരും അനക്കമില്ലാതിരിക്കുന്നുണ്ട് ചോദിച്ചതാ. ആമേൻ. അങ്ങനെ പോകുന്ന സ്ഥിതിവിശേഷത്തിൻ്റെ മധ്യത്തിലാണ് ഒരു ദിവസം, ഞാൻ മിക്ക ദിവസം ആഴ്ചകളിൽ ആ ദിവസങ്ങളിൽ ഞാൻ രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് വന്ന് വീടിനകത്ത് മറ്റൊരു മുറിയിൽ കയറി നെടുമ്പാട് വീണിട്ട് ഞാൻ നിലവിളിച്ച് കരയി. എൻ്റെ ചോദ്യം ഇത്, ആരുമില്ലേ എന്നെ ഒന്ന് രക്ഷിപ്പാനായിട്ട്? എനിക്ക് യേശുവിനെ പരിചയമൊന്നുമില്ല. ഞാൻ ഈ യേശുവിനെ ഒരു മതത്തിൻ്റെ ഒരു സ്ഥാപകൻ എന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും എനിക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ല. കാരണം ഞാൻ ബോർഡിംഗ് മുതലേ നഴ്സറി മുതലേ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യം ആരുമില്ല എന്നുള്ളൊരു ചോദ്യം. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരിക. ഇവണ്ണമാണ് കർത്താവ് വന്നത്. അതായത് എനിക്ക് 3 ആമ്പിള്ളാരാ, മൂത്തവർ ട്വിൻസാ. അവരൊന്ന് അപ്പർ കേജിൽ പഠിക്കുക. അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നഴ്സ് ടെമ്പററി ആയിട്ട് വീട്ടിൽ വന്നു. ആ ഹോം നഴ്സ് തൻ്റെ ഡ്രസ്സ് എടുത്ത് അരിപ്പെട്ടിയുടെ മേൽ വെക്കുന്നതിൻ്റെ കൂടെ ഒരു ബൈബിൾ ഇരിക്കുന്ന എൻ്റെ വൈഫ് കാണാനായി. എൻ്റെ വൈഫ് ചോദിച്ചു, നീ ഒരു ഹിന്ദു കുട്ടിയല്ലേ, നിനക്ക് ഇവിടുന്ന് ഈ ബൈബിൾ കിട്ടാനുള്ള റീസൺ? അവൾ പറഞ്ഞു, ഞാൻ നിന്ന വീട്ടിൽ അമ്മച്ചി എനിക്ക് തന്നതാ, ചേച്ചിക്ക് വേണ്ടി എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൾ തൻ്റെ ഭാരം ഒഴിച്ചെങ്കിൽ എൻ്റെ കർത്താവ് ഞങ്ങളോടുകൂടെ ഇങ്ങ് പോന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ വൈഫ് അത് വാങ്ങിച്ച് തിരിച്ചു മറിച്ചൊക്കെ നോക്കി, മത്തായി മർക്കോസ് ആരും പരിചയമില്ല. ഹല്ലേലൂയ. ഈ ബൈബിളും മടക്കി അങ്ങ് അലമാരയുടെ മുകളിലേക്ക് വെച്ചു. ആ സമയത്താണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നത്, യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും. ഹല്ലേലൂയ.
എൻ്റെ വൈഫിനോട് അവർ പറഞ്ഞു യേശുവിനെ വിടുവിക്കാൻ പറ്റും. അതുകൂടാതെ ഒരു വചനം പറഞ്ഞു റോമർ 8:1, therefore no there is no condemnation in Christ Jesus. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. തിരിച്ച് മസ്തേ വരുന്ന സമയത്ത് ശിക്ഷാവിധി ഇല്ലാത്തൊരു കൂട്ടർ, അങ്ങനെ ഒരു കൂട്ടറെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് മുടി 7 കീറിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നടത്തി എല്ലാവരും എന്താ പറയുക നരകത്തിൽ വീഴും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയാണ് ശിക്ഷാവിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിക്ഷാവിധി ഇല്ലാത്തൊരു കൂട്ടരോ. പക്ഷേ ആ നാളുകളിൽ ഞങ്ങളുടെ ഏറ്റുവാനുള്ള ഫ്രണ്ട്സ് ഞങ്ങളെ കൊണ്ടുപോയി പൊള്ളാച്ചി എന്ന് പറഞ്ഞ ദേശത്ത് കൊണ്ടുപോയി തമ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഈ ജോത്സ്യം ഓല എടുത്തിട്ട് ഓലയുടെ ആർക്കെല്ലാം അറിയോ? ആർക്കും അറിയത്തില്ല. ഞാനടുത്ത് ഈ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ വന്ന് ചോദിച്ചു, ബ്രദറെ അഡ്രസ്സൊന്നും തരാമെന്ന്. അതുപോലെ ആരും ചോദിച്ചേക്കരുത്. കാരണം അവർ കംപ്ലീറ്റ് പാസ്റ്റാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായി അറിയത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ വന്ന് ചോദിച്ചേക്കരുത്. കാരണം അവർ പറയുന്നത് മുഴുവൻ പാസ്റ്റാണ്. കാരണം അവരുടെ അറിവിൽ പഴയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ജ്യോത്സ്യത്തിനും ലക്ഷണവിദ്യയ്ക്കും പറയാൻ പറ്റത്തുള്ളൂ. അവർ ഓല എടുത്ത് പറയുന്ന, പക്ഷേ എങ്ങനെ അതിൻ്റെ റെമഡി എന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അതും കേട്ടിട്ടിരിക്കുക. അതുകൊണ്ടാണ് എൻ്റെ വൈഫ് വീട്ടിൽ വന്നു കഴിഞ്ഞ് തിരിച്ച് ആ സൗകര്യം വിളിച്ചു. എൻ്റെ ഉള്ളത്തിൽ കുറേ സംശയമുണ്ട്. അപ്പോൾ ആ സൗകര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബൈബിൾ നിൻ്റെ വീട്ടിലെത്തിയെന്നല്ല പറഞ്ഞത്, ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്ന് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നമസ്കാരമൊക്കെ കഴിഞ്ഞ് പായിലിരിക്കുമ്പോൾ തന്നെ മേശമേൽ നിന്ന് ബൈബിൾ ഇങ്ങോട്ട് എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ കറക്റ്റ് നമുക്കുള്ള ഇഷ്ടമുള്ള ഉത്തരം വന്നില്ലേ പിന്നെ മടക്കി തുറന്ന് വായിക്കും. അതല്ല, ഒറ്റ പ്രാവശ്യം തന്നെ താനത് പ്രാർത്ഥിച്ചിട്ട് തുറക്കുമ്പോഴത്തേന് ആദ്യം കിട്ടുന്ന വചനം എന്നാണെന്നറിയോ? ജ്യോത്സ്യവും ലക്ഷണവിദ്യയൊന്നും അന്ത്യനാളിൽ നിന്നെ രക്ഷിപ്പാനുണ്ടാകത്തില്ല, ഞാനോ ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എൻ്റെ വൈഫിൻ്റെ ഉള്ളിൽ ഒരു നടുക്കമായി മാറി. ഫോൺ വിളിച്ചു. അങ്ങനെ റോമർക്കെതിരെ ലേഖനം 10-9 വചനം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ കാരണമായി മാറി. പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് കടന്ന് പരിവർത്തിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് എന്നോട് പറയും, യേശു എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാട്ടിലും ഫോളോ ചെയ്യാൻ പറ്റിയ വ്യക്തി? ഞാൻ പറഞ്ഞു, യേശു ഒന്നും മതം സ്ഥാപിച്ചു, ആൾക്കാരൊക്കെ ഐഡൽ വർഷിപ്പിലേക്ക് പോയി, അവസാനം ദൈവം ഒരു പ്രവാചകനെ അയച്ചാണ് ഞാൻ നീ വിശ്വസിക്കുന്നത്. ആരാ ഇത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സാണ് ഇത് പറയുന്നതെന്ന് അറിയുന്നത്. അങ്ങനെ ഞാൻ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ വീട്ടിൽ പോയി. അപ്പം എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്കൊന്നുമില്ല, എന്നെ അങ്ങോട്ട് നിർബന്ധിക്കുക. എന്നോട് പറഞ്ഞു ഞങ്ങൾ വലിയ കൂട്ടം, ആരും അറിയത്തില്ല. അപ്പം നമ്മുടെ ലോജിക്ക് തന്നെ വലിയ കൂട്ടമാണ്, ഒത്തിരി പേര് നമ്മളെ അറിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു. പക്ഷേ കുറേ നിർബന്ധിച്ചപ്പോൾ എന്നോട് നഴ്സറി മുതൽ പഠിച്ചാണ്. ഞാൻ കോട്ടയത്ത് സെൻറ്റ് മേരീസ് പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഓർത്തഡോക്സിൻ്റെ ശവക്കോട്ടയാണ്. അവിടെ ഈ കുരിശ് കാണുന്നത് ഈ കുഞ്ഞുനാളിൽ ഭയങ്കര പേടിയാണ്. അതുകൂടാതെ ഇവിടെ ഒരു കുഞ്ഞു വണ്ടി വരും, ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വണ്ടി ഇതെന്തിനാണെന്നറിയാം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ഈ 2 മണി കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഉറങ്ങുമെന്നുള്ള എനിക്ക് ഉറപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അതൊക്കെ കണ്ടി പേടി കാരണം നമ്മൾ എന്നും അവർ പ്രാർത്ഥിച്ചിട്ടേ കിടത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നി അവസാനം പ്രാർത്ഥനയ്ക്കൊന്ന് പോയാൽ കുഴപ്പമില്ല. കാരണം ബിസിനസ്സുകാർക്ക് ഒരു നേച്ചറുണ്ട്, ഒരു പ്രശ്നം വന്നു കഴിയുമ്പം അവർ ഏത് മല വേണമെങ്കിലും കയറാൻ തയ്യാറാവും. അങ്ങനെ ഞാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകാൻ റെഡിയായി. ഒരു ദിവസം ഞാനും വൈഫും കൂടെ റെഡിയായി. പക്ഷേ വൈഫ് എന്നോട് കൂടെ വന്നില്ല. കാരണം സിവിയർ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം. ഒരേ സമയം തന്നെ വേർക്കുക, തണുക്കുക. അനേക ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ലാസ്റ്റ് കാരിത്താസിലെ ഡോക്ടർ സതീഷ് കുരുള യൂറോളജി സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു കിഡ്നി സ്കാൻ ചെയ്യണം. അങ്ങനെ കിഡ്നി റിപ്പോർട്ട് എടുത്ത് വെച്ചിട്ട് എന്നോട് പറയുക, ഒരു കിഡ്നിയുടെ സൈസ് കുറവേണ്ട, എൻ്റെ അടുത്ത് ഫ്ലാപ്പ് ബെൻഡായിട്ടിരിക്കുന്നുണ്ട്, ക്ലീനിങ് പ്രോസസ്സിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. എന്നിട്ട് മെഡിസിൻ എഴുതി തന്നിട്ട് പറഞ്ഞു ഇത് ലൈഫ് ലോങ് കഴിക്കണം, അല്ലാതെ യാതൊരു നിർവാഹവുമില്ല. എങ്കിലും ഇത് പൂർണ്ണമായിട്ട് ഇത് മാറത്തില്ല. കാരണം ശരീരത്തിൻ്റെ അകത്തൊരു ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് ബാഡ് യൂറിൻസിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് റിപ്പീറ്റ് ഉണ്ടാകും. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എപ്പോഴും എന്നെ കാണാൻ വേണ്ടി വരേണ്ട കാര്യമില്ല. ഈ ലോകത്തിലൊരു ഡോക്ടർ നമ്മളെ കണ്ട് മടുത്തെങ്കിൽ സ്വർഗത്തിലൊരു വൈദ്യൻ അവൻ നമ്മെ കണ്ട് മടുക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ആ ദൈവദാസൻ്റെ അടുക്കൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാൻ മറ്റൊരു വ്യക്തി, അദ്ദേഹം പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് പെട്ടെന്ന് എൻ്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു നിൻ്റെ ജീവിതം ചില്ലുപോലെ തകർന്നത് യേശു എടുത്ത് കൂട്ടി യോജിപ്പിക്കാൻ പോവാ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞാണ് എന്നെ തൊട്ടത്, നീ രാത്രി കിടന്ന് കരയുന്നത് സ്വർഗത്തിലെ ദൈവം കാണുന്നു. അന്ന് ഞാൻ അറിയുന്നത് എന്നെ കാണുന്ന ഒരു ദൈവം. ഈ ജനങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാനും ഒന്ന് ഓടി വരുമ്പോൾ, ലക്ഷങ്ങൾ മുടക്കി വരുമ്പോൾ, ഇതാ എന്നെ കാണുന്ന ഒരു ദൈവം എന്നെ തേടി അവിടെ വന്നിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അതാ, അവൻ നമ്മെ തേടി ഭൂമിയിലേക്ക് വന്നത്, അവൻ നമ്മെ തേടി നിങ്ങളുടെ ഭവനത്തിൽ വന്നത്, നമ്മുടെ ദേശത്ത് വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ അവൻ സ്ക്യൂസ് ചെയ്തെടുത്തെങ്കിൽ 40 വർഷം മരുഭൂമിയിൽ കിടന്ന് ഉഴന്നിട്ടും മലമേലൊരു കുറ്റിച്ചെടിയിൽ തീ നിൽക്കുന്നത് മോശ കണ്ടിട്ടില്ല. പക്ഷെ അന്നൊരു ദിവസം അവനത് കണ്ടു. ആ മലമേൽ കണ്ട തീ താഴ്വരയിൽ നിന്ന് മോശ വലിച്ചങ്ങോട്ട് അടുപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ തേടി ചെന്നല്ല, കർത്താവ് നമ്മളെ തേടി വന്നതാ. അങ്ങനെ എൻ്റെ ഭവനത്തിലും മഹാസന്തോഷമുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ, ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേന് ഞാൻ കാണുന്ന എൻ്റെ വൈഫ് ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. അന്ന് രോഗബന്ധനം, ആ ബാധ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയതാണ്. ആമേൻ. ഹല്ലേലൂയ. അതുവരെ ഒരേ സമയം തണുക്കുക, വേർക്കുക. എന്നോട് പറയാം, ബാത്റൂമിൽ പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ചില ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രമേൽ വിഷമുള്ള ഒരു സ്ത്രീക്ക് അറിയത്തുള്ളൂ ഇതിൻ്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, യൂറിനറി ഇൻഫെക്ഷൻ. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുന്നില്ല. കാരണം അങ്ങനെ ഒരു കർത്താവിനെ ഞങ്ങൾക്ക് അറിയത്തില്ല. വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അടുത്ത അത്ഭുതത്തിന് കർത്താവ് പ്രവർത്തി തുടങ്ങിയ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിൻ്റെ തകർച്ച മാത്രമല്ല, മറ്റൊന്ന് 2 വിഷയങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തെ വിഷയം ഇതായിരുന്നു. എൻ്റെ മദർ ഹജ്ജ് ചെയ്തതിന് ശേഷം ബ്രെയിനിലൊരു നെർവ് ഷുഗർ ബ്ലോക്ക് കൂടിയിട്ട് കംപ്ലീറ്റ് ബ്ലോക്കായി. അങ്ങനെ ബെഡ് റിഡൺ ആയിട്ട് കിടക്കുക. മൂന്നാമത് ഞാൻ ഡിഗ്രി ഫൈനലിന് പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് വേറെ മാരേജ് ചെയ്ത് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ദേശത്തേക്ക് പോയി. ഞങ്ങൾ മക്കൾ 6 പേരാണ്. ഏറ്റവും മൂത്തത് ഞാനും മദറും ഒരു ഭാഗത്ത്, അപ്പുറത്ത് പിതാവ് ഒരു ഭാഗത്ത്. ഞങ്ങളുടെ വീട്ടിൽ 2 കിച്ചണായിരുന്നു. ഒന്ന് പിതാവ് യൂസ് ചെയ്യുന്നത്, ഒന്ന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ദൈവമക്കളെ, മാതാപിതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് അതിൻ്റെ മധ്യത്തിൽ ബലിയാടിയായി പോകുന്ന ഈ കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. അവരുടെ സബ് കോൺഷ്യസ് വരുന്ന മുറിവുകൾ നമുക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താലോ, അവർക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താലോ അവരുടെ ഉള്ളത്തിൽ നിന്ന് പോകത്തില്ല. അവരപ്പനെയും അമ്മയും കാണുമ്പോഴത്തേന് അവരുടെ ഉള്ളത്തിലൊരു ഭയമുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. ഒരു കുഞ്ഞ് ഉദരത്തിലിരിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് അതിനെ അബോർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞ് ലോകത്തിലേക്ക് പിന്നെ ജനിക്കപ്പെട്ടാൽ ആ കുഞ്ഞ് ലോകത്തിന് റിബലായിട്ട് നിൽക്കും. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം? തൻ്റെ ചെവിയിൽ ഒരു മരണത്തിൻ്റെ നിലവിളി കേട്ടതുകൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ സൂക്ഷിക്കുക. ജീവനും മരണവും നിന്റെ നാവിൻ തുമ്പിലുണ്ട്. പഴയ നിയമത്തിൽ ഒരു കഥാപാത്രമുണ്ട്. ആ മാതാവ് എപ്പോഴും കിടന്ന് ഇങ്ങനെ പിറുപിറുക്കുമായിരുന്നു. ഇവൻ വ്യസനപുത്രൻ, ഇവനെ ഞാൻ വിഷമിച്ച് പ്രസവിച്ചത്, നൊന്ത് പ്രസവിച്ചത്. അമ്മച്ചിമാർ പറയുന്നില്ലേ, നൊന്ത് പ്രസവിച്ചത്. ഒത്തിരി വേദന എടുത്തു. ഇവനെക്കാട്ടിലും വലിയ, അങ്ങനെ പറഞ്ഞ് അവൻ സഹിയിട്ടു. വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ മേല. അവൻ നാട്ടുകാരെല്ലാം വ്യസനപുത്ര എന്നാണ് വിളിക്കുന്നത്. അവസാനം അവൻ വീട്ടിൽ മുഴങ്കാൽ മടക്കി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാത്തവണ്ണം എൻ്റെ അതിരുകളെ വിശാലമാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. അവനാണ് യെബേസ് എന്ന് പറയുന്ന പുത്രൻ. ആമേൻ. അപ്പൊ ജീവനും മരണവും നമ്മുടെ വായിലെ ഇരിക്കുന്നത്. ജീവന്റെ വചനത്തെ പ്രസ്താവിച്ചാൽ, അതുകൊണ്ട് യേശു പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ സകലതും സാധിക്കും. നീ കടുകുമണി വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണി, ഹല്ലേലൂയ, കടുകുമണി, മസ്റ്റർഡ് സീഡ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. മലയല്ല, മല പോലുള്ള ഏത് പ്രശ്നത്തെയും നിന്റെ ചെറിയ വിശ്വാസം കൊണ്ട് നീ വിളിച്ചു പറഞ്ഞാൽ, കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ 2-3 ആഴ്ച കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ടും ആ പാസ്റ്ററും കൂടെ വന്ന് പ്രാർത്ഥിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ സംഭവിച്ച അത്ഭുതം എന്താ പറയുക? 18 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവ് ഭവനത്തിലേക്ക് മടങ്ങി വരിക. ആമേൻ. വീട് വിട്ടുപോയ എൻ്റെ പിതാവ് ഭവനത്തിലേക്ക് മടങ്ങി വരിക. സ്വത്രം കുറഞ്ഞല്ലോ, സന്തോഷമില്ലേ? ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ബിരിയാണിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ചുമ്മാ പറഞ്ഞേട്ടോ. എൻ്റെ ബ്രദേഴ്സും, ഹല്ലേലൂയ, എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടി. എൻ്റെ മദർ 2014 മരിക്കുന്നിടം വരെ എൻ്റെ പിതാവാണ് നോക്കിയത്. അങ്ങനെ 2 മാസം കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ആ കോർട്ടിൻ്റെ അറ്റാച്ച്മെൻറ്റ് റിലീസായി. ഹല്ലേലൂയ. പ്രശ്നങ്ങളെല്ലാം തീർന്നു. ബാങ്കുകാരായിട്ട് സംസാരിച്ചു, അത് സെറ്റായി. പിന്നീട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും തീർന്നെങ്കിൽ ഈ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ അങ്ങോട്ട് ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തൊരു വല്ലാത്ത സാഹചര്യം. ഞങ്ങൾക്ക് ഈ യേശുവിനെ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ വന്നു. ആമേൻ. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒന്നുകിൽ യേശുവിനെ, അത് ചിലപ്പോൾ തെറ്റിപ്പോയെങ്കിലോ എന്ന് വെച്ച് ഞങ്ങൾ പല പ്രാവശ്യം മേശ തുറന്നിട്ട് മേശയ്ക്കകത്ത് വെച്ചുകൊണ്ടാണ് ഈ ബൈബിൾ എന്ന് വായിച്ചുകൊണ്ടിരുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല. പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഹൃദയത്തിൽ വിശ്വാസം വന്ന് യേശുവിനെ മാത്രം, ഹല്ലേലൂയ, വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചു. നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നു, സ്വർഗം, ഹല്ലേലൂയ, ക്രിസ്തുവിനെ തന്നിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ പൗലോസ് പറയുക, ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ ആരോടും ആലോചന ചോദിച്ചില്ല. കർത്താവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രതീക്ഷിച്ച അപ്പുറമായിട്ട് എൻ്റെ പിതാവ് ഇത് അറിഞ്ഞപ്പോൾ നേരെ വന്ന് എൻ്റെ കോളറിന് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നുകളയും. എൻ്റെ ബ്രദേഴ്സ് എനിക്കെതിരായി മാറി. എൻ്റെ പള്ളിക്കാർ ഒരു പേര് വെട്ടി നോട്ടീസ് പ്രിന്റ് ചെയ്തിറക്കി. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ വന്ന് 2 പ്രാവശ്യം ഈ ബൈബിൾ എടുത്തുകൊണ്ട് ആറ്റിക്കൊണ്ടുപോയി ഒഴുക്കി. ആമേൻ. ഡിബേറ്റ് സീഡികളുമായിട്ട് ആൾക്കാർ
വീട്ടിൽ വരുമായിരുന്നു. ആൾക്കാർ വീട്ടിൽ വന്ന് മതത്തിൻ്റെ വലിയ ആൾ വരെ അമീർ വരെ വീട്ടിൽ വന്ന് സംസാരിക്കുക. അവർ നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാ, നിങ്ങൾ ഇന്ന് റോങ് വേ, നിങ്ങൾക്ക് പൈസ വേണോ തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എവിടെയെങ്കിലും ദുബായ്ക്ക് വല്ലതും പോകണോ, ഞങ്ങൾ അതിനെ സഹായിക്കാം, അല്ലാതെ ബൈബിൾ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഒരു ദിവസം ആരാധനാലയത്തിൽ നിന്ന് എൻ്റെ വൈഫിനെ അവർ പിടിച്ചുകൊണ്ട് വീട്ടിലിട്ട് പൂട്ടി സൈക്കാട്രിക്സ് ഡോക്ടറെ അടുത്ത് നിർബന്ധിച്ചു കൊണ്ടുപോയി മെഡിസിൻ കഴിപ്പിച്ചു. ദൈവമക്കളെ, വീടിൻ്റെ കാവലായി മദറിലോ വീട്ടിൽ വന്നു. അവസാനം കൊല്ലു എന്നുള്ള ഭീഷണിയുടെ മധ്യത്തിൽ ഞങ്ങൾക്കൊരു ഗത്യന്തരമില്ലാതെ 2003 സെപ്റ്റംബർ മാസം 24-ാം തീയതി ഈ 3 കുഞ്ഞുങ്ങളെ എടുത്ത് രാത്രിക്ക് രാത്രി സ്വന്തം വീട് അവിടെ പൂട്ടിയിട്ടിട്ട് ആ കാര്യവേ മറന്നു. കർത്താവെ നോക്കിയേക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ വെളിയിലിറങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ഉള്ളെങ്കിൽ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിക്കുക. ഒരിടത്ത് പോലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിച്ചിട്ടില്ല. സ്തോത്രം. പിറ്റേ ദിവസം ആലപ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് എനിക്കൊരു പരിചയമുള്ള ദേവദാസൻ ബോംബെയിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞാൽ സഹായിക്കാം അവിടെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ബോംബെക്കുള്ള വണ്ടി കയറി ദൈവമക്കളെ ബോംബെയിലെ കുർള റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങുമ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞ ആൾ അവിടെ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരും ആ ഹോളിൽ ഇങ്ങനെ പായ് വിരിച്ച് കിടക്കുക. ആമേൻ. 5-6 ദിവസം കഴിഞ്ഞപ്പം വന്ന കാറ്റെല്ലാം പോയി. ഹല്ലേലൂയ. ധൈര്യമെല്ലാം ചോർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാ. അതിൻ്റെ മധ്യത്തിൽ നാട്ടിൽ നിന്നൊരു ദേവദാസൻ വന്ന്, ഡോക്ടർ ബെഞ്ചമിൻ. അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അദ്ദേഹത്തിന് ഞങ്ങളെ പരിചയമുള്ളതുകൊണ്ട് ഞങ്ങളുടെ ടെസ്റ്റിമണി അവിടെ പറഞ്ഞു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതം. ഹല്ലേലൂയ. അതിൻ്റെ അകത്തുനിന്നൊരു ഫാമിലിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു. അന്ന് ആ ഫാമിലി ആ മീറ്റിങ്ങിന് വരുമ്പോൾ തന്നെ കർത്താവ് ദർശനം കൊടുത്തു. നിങ്ങളെ ആവശ്യമുള്ളൊരു കുടുംബം അവിടെ വരും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. സ്തോത്രം. അങ്ങനെയാണ് ഞങ്ങൾ ബോംബെയിൽ ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ വീട് വാടകയ്ക്ക് എടുക്കാൻ കർത്താവ് കൃപ നൽകിയത്. ആമേൻ. ഹല്ലേലൂയ. ആ വർഷം 2003 എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു സ്കൂൾ പോലും പഠിച്ചിട്ടില്ല. പക്ഷേ 2004 ബോംബെയിലെ ടോപ്പ് 10 സ്കൂളായ സെൻറ്റ് പീറ്റർ എന്ന് പറയുന്ന ആംഗ്ലിക്കൻ സ്കൂളിൽ കർത്താവ് 2 കൊല്ലം പഠിപ്പിച്ചു. പിന്നീട് റയൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ അവരെ പഠിപ്പിച്ചു. 10th-ലും 12th-ലും എല്ലാം റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് കർത്താവ് മാനിച്ചതിനായിട്ട് സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നശിപ്പിക്കാൻ കൊണ്ടുപോകുന്നെന്ന് പേരൻസും ഇല്ലോസും ഒക്കെ പറഞ്ഞെടുത്ത് കർത്താവരെ മാനിച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ വീട്ടിലെ അത്ഭുതം. പിന്നീട് ഞങ്ങൾ ബിസിനസ്സിന് കർത്താവ് വഴി തുറന്നു. 2007 വരെ കർത്താവിൻ്റെ കൃപയാൽ ബിസിനസ് ഞങ്ങൾ ചെയ്തു. അങ്ങനെ 2007 എൻ്റെ വൈഫിനോട് കർത്താവ് സംസാരിച്ചു. 2007 നിങ്ങളെ വിളിച്ചത് ഇതുപോലെ തകർന്ന അനേക വ്യക്തികൾ ഈ പട്ടണത്തിലുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഞാനതിന് ഡിനൈ ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. 2008 ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാനൊരു ദേസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ആ വീടിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിത ചിന്തയ്ക്ക് മാറ്റം വരുത്തിയത്. ആമേൻ. അവിടെ കുടുംബം, ഹസ്ബൻഡ്, വൈഫ്, അവരുടെ വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ട്. പക്ഷേ അത് പൊടി പിടിച്ചിരിക്കുക, രോഗികളായിട്ട് ഭർത്താവ് ഭാര്യയും. അങ്ങനെ ആ ബൈബിൾ അവിടെ ഇരിക്കുമ്പോഴത്തേന് പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. മെഡിസിൻ അവരുടെ കയ്യിലുണ്ട്, പക്ഷേ എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് അവർക്കറിയത്തില്ല. രാത്രി ഞാൻ വന്ന് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ ഉള്ളത്തിൽ അവരെക്കുറിച്ചുള്ള ചിന്ത വന്നു, വല്ലാതൊരു ഭാരം, ഒരു ഹെവിനെസ് വന്ന് ഞാനങ്ങ് കരയുക. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ വലതുഭാഗത്ത് കർത്താവ് ഒന്ന് നിൽക്കുക. സ്തോത്രം. എനിക്ക് കണ്ണ് തുറന്നാൽ കാണത്തില്ല, പക്ഷേ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ വലതുഭാഗത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം പറയാ, നീ എൻ്റെ ഉള്ളങ്കയിലിരിക്കുക, നീ പ്രാർത്ഥിക്കുന്ന വിഷയം ഞാൻ ചെയ്തു തരും. ആമേൻ. നിന്റെ കൈകൾ രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ലക്ഷങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്നെ നിർത്തും, ലോകരാജ്യങ്ങൾ ഞാൻ നിന്നെ അയക്കും. ഇന്നത്തതല്ല, 2003 ഹാലല്ലേ കേട്ട ശബ്ദമാണ്. 2003 അതാ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയയിലും ശമരിയയിലും നമ്മൾ അവൻ്റെ സാക്ഷികളായി മാറും, ലോകത്തിൻ്റെ അറ്റം വരെ. സ്തോത്രം. ഹല്ലേലൂയ. ആ സാക്ഷ്യമാണ് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ ഓരോ ദിവസം ഉറപ്പാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതയോ ആ പാസ്ത്രവും എത്ര സാക്ഷ്യം എനിക്കില്ലല്ലോ, എൻ്റെ സാക്ഷ്യം വളരെ കുഞ്ഞാണല്ലോ, ഒരു കടുകുമണി മതി. മനസ്സിലായോ? ഒരു കടുകുമണി മതി. ഹല്ലേലൂയ. ആ കടുകുമണി മതി ആ വ്യക്തിയെ വിളിച്ചു കൊണ്ടുവരുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ സാക്ഷ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന ഈ ക്രിസ്തുവിനെ ലോകത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ദൗത്യം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ പത്രമായിട്ട് നമ്മൾ വെളിപ്പെടേണ്ടതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുക. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ചിന്താഗതിക്ക് പിടുത്തം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുക, വി ആർ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡെമോക്രസി. മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾക്കൊന്നും പ്രാപിക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാര്യം അതാ. 40 വർഷം ഇത്രയും ജനം നടന്നിട്ടും അവരുടെ ഉള്ളിൽ ആ അടിമ വ്യവസ്ഥ, ആ ഹാലിലെ സ്ലേവ് മൈൻഡഡ് അതുപോലെ തന്നെ നിൽക്കുക. എന്നാൽ 2 പേര് അവർ മരുഭൂമിയിൽ ജനിച്ച് വീണതാ, കാലേബും ജോഷുവ എന്ന് പറയുന്നവർ. ഹാലല്ലേ, അവരിതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അവർ പ്രതികൂലങ്ങളെ കണ്ടിട്ടുണ്ട്, അതിനെ തരണം ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്, അവരോട് കൂടെ യഹോവ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരതുകൊണ്ട് മല്ലന്മാരെ കണ്ട് അവർ പേടിച്ചില്ല. അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളോട് കൂടെ യഹോവ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ കാനാൻ ദേശത്ത് കടക്കുക തന്നെ ചെയ്യും. ആമേൻ. അപ്പൊ പിന്നിലേക്ക് വലിക്കുന്ന ഒരു വിഷയം എന്നാന്ന് മനസ്സിലായല്ലോ. ഹല്ലേലൂയ. ആ വിഷയത്തിലാണ് നമ്മൾ അധികം ശ്രദ്ധയോടെ കരുതേണ്ടത്.
കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്ന യൂട്യൂബ്, നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രങ്ങൾ, നമ്മളിൽ കിട്ടുന്ന ന്യൂസ് എല്ലാം നെഗറ്റീവ്. ഹല്ലേലൂയ. ദേ വാണ്ട് ടു മേക്ക് മണി ദംസെൽസ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി അവർ പണത്തെ കൊയ്യുന്നതല്ലാതെ ഇത് മുഴുവൻ നമ്മുടെ അകത്തേക്ക് നമ്മൾ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡസ്റ്റ് ബിന്നായി മാറും. മനസ്സിലായോ? ഒരു ഡസ്റ്റ് ബിന്നിൻ്റെ അകത്തുനിന്ന് വരുന്ന എന്നായിരിക്കും? വേസ്റ്റ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ട്? ഈ വേസ്റ്റ് നമ്മൾ ചുമക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അകത്തോട്ട് കയറേണ്ട ദൈവത്തിൻ്റെ വചനമാണ്, വിശ്വാസത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്കറിയോ, കാനായിൽ കല്യാണ വീട്ടിൽ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ശിഷ്യന്മാർക്ക് അറിയത്തില്ല. ആ വീട്ടിലുള്ള ഒരാൾക്കും അറിയത്തില്ല. വീഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അതുപോലൊരു വീഞ്ഞ് ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കും. ഹല്ലേലൂയ. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഒരുവൻ അത്ഭുതം ചെയ്യാമെന്ന് ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ തിരിച്ചറിവുണ്ടായിരുന്നുള്ളൂ. ആരായിരിക്കും അത്? അമ്മ. ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, ഇവൻ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തോ. ആ അവയർനെസ് മതി നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എവിടെ നിങ്ങൾ കൂടി വരുന്നോ, 2 or 3 gathering wherever his presence is there, അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നാട്ടുകാരെല്ലാം പറഞ്ഞു യേശുവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല, യേശു കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും തിരക്കായിരിക്കും, ജനക്കൂട്ടം എപ്പോഴും കൂടെയുണ്ട്, പറ്റത്തില്ല. പക്ഷേ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഞാൻ 12 വർഷം രക്തസ്രാവത്തിൽ കിടന്നെങ്കിലും അവന്റെ തൊങ്ങലിൽ തൊട്ട് ഞാൻ സൗഖ്യമാകും. ആ വിശ്വാസം മതി. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് വിടുവിക്കും. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടുന്ന് എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അന്ന് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറി. ഞാൻ ആൾക്കാരോട് സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ അനേക ദേശങ്ങളിൽ, ഇന്ന് ഞങ്ങൾ ബോംബെയിലായിരിക്കുന്നിടത്ത് ആ ചാലിൽ മലാഡിൽ മാൽവാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അനേക വീടുകൾ കയറി ഇറങ്ങി അനേക ഹിന്ദു ഫാമിലികൾ, ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടിരുന്നവരെ, മദ്യപാനത്തിലായിരുന്നവരെ കർത്താവ് വിടുവിച്ചു. സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഒരു പെൺകുട്ടി സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി വീണ്ടും 10ാം ക്ലാസ് അവൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതിന് ശേഷം വീണ്ടും 10ാം ക്ലാസ് ഇരുന്നു, പഠിച്ചു. അവൾ അതിന് കഴിഞ്ഞിട്ട് +2 പോയി, അത് കഴിഞ്ഞിട്ട് എയറോനോട്ടിക്കൽ പോയി, ജെറ്റ് എയർവേസ് ജോലി കിട്ടി. ഇന്ന് മകൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ശുശ്രൂഷയാക്കി മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞ എന്നാന്നറിയോ, അനേക വ്യക്തികളെ തീയിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു ദൗത്യം നമ്മുടെ മേലിട്ടിരിക്കുന്നത്. അനേക തകർന്നവരെ, നുറുങ്ങിയവരെ, ബലഹീനരായിട്ടുള്ളവരെ, ഡിപ്രഷനായി കിടക്കുന്നവരെ, അതുപോലെ ഡൈവോഴ്സിൽ നിൽക്കുന്നവരെ, അനേക പ്രതിസന്ധിയിൽ നിൽക്കുന്നവരെ, ആരുമില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, ഇനി ആരും എന്നെ രക്ഷിക്കാനില്ല എന്ന് നിലവിളിക്കുന്ന വ്യക്തിയെ നീ വിളിച്ച് ദൈവത്തിന്റെ വചനം കൊടുത്ത് രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ അവളുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് അവളെ ബലപ്പെടുത്തുക. സ്തോത്രം. ആ വ്യക്തിയെ ബലപ്പെടുത്തുക. ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. ആമേൻ. എൻ്റെ പിതാവിൻ്റെ കുടുംബജീവിതത്തിലെ ഈ തകർച്ച എൻ്റെ കുടുംബജീവിതത്തിലും വരാൻ കാരണമായി മാറി. ഞാനൊരു ഡിപ്രഷൻ മോഡിലേക്ക് മാറ്റപ്പെട്ട് ബ്ലേഡ് എടുത്ത് ഞാൻ എൻ്റെ കൈകളൊക്കെ മുറിക്കുക. ഇവിടെ എല്ലാം പാടുകൾ കിടപ്പുണ്ട്. ഇവിടെ നെർവ് കട്ടായി, ഇവിടുന്ന് സ്കിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കും. ഇതെല്ലാം അതിൻ്റെ പാടുകളാണ്. 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മേശമേൽ കയറിയ വ്യക്തിയാണ്. പക്ഷേ സ്വർഗത്തിൽ അപ്പൻ എന്നെ നരകത്തിന് വിട്ടുകൊടുക്കാതെ കാത്ത് പരിപാലിച്ചു. അവിടെ ഞങ്ങൾ കർത്താവിൽ വന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂട്ടുകാരെ പോലെ ആയി മാറി. ഞങ്ങളുടെ മധ്യത്തിൽ ഒരു ഹൈഡിങ്ങും ഇല്ല, ഒരു കാര്യം മറച്ചു വെക്കാറില്ല. ഇപ്പോൾ ഇതേ സമയം എൻ്റെ ജീവിത പങ്കാളി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപയാൽ ഇതെന്റെ 5ാമത്തെ മീറ്റിംഗ്. വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, എങ്കിൽ കർത്താവ് അതിന് ബലം നൽകുന്നതിനായിട്ട് സ്തോത്രം. നോക്ക്, അതാണ് അത്ഭുതം. അത്ഭുതം എന്ന് പറയുന്നത് മിറക്കിളാണ്. ആമേൻ. അല്ലേ? നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് നമ്മൾ അതിന് കേപ്പബിളാ. ഹല്ലേലൂയ. അതുകൊണ്ട് വിളിച്ചു പറയേണ്ടത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും മതിയായും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹി ഈസ് എ ലിവിംഗ് ഗോഡ്. ആമേൻ. ആമേൻ. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ശുശ്രൂഷ ആ പട്ടണത്തിൽ തെക്കും വടക്കും അനേക അത്ഭുതങ്ങൾ. തളർന്ന വ്യക്തി എഴുന്നേൽക്കുന്നു, വളഞ്ഞിരിക്കുന്ന കാലിൻ്റെ അസ്ഥി കർത്താവ് നിവർക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ ലുക്കിമിയായിട്ട് വന്നൊരു സുമൻ ചൗധരി എന്ന് പറഞ്ഞ വ്യക്തി കൽക്കട്ടയിൽ നിന്ന് വന്നത് പയ്യനാ, അവനെ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ട് കയറാൻ പറ്റാത്ത ലെവലിൽ ചെരുപ്പം വെളിക്കിടക്കുന്നു, കംപ്ലൈൻ്റ് ആയി മാറി സൊസൈറ്റിയിൽ. അങ്ങനെയാണ് ബോംബെയിൽ 3 കൂട്ടായ്മ ആരംഭിക്കുന്നത്. അന്തേരിയിൽ, കല്യാണിൽ, പൂനെയിൽ. കർത്താവ് തെക്കും വടക്കും ആ പട്ടണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. 400 പേർ മേൽ സ്നാനപ്പെടുത്താൻ കർത്താവിന് കൃപ നൽകി. ആമേൻ. ഹല്ലേലൂയ. അവിടുന്ന് 2015 ആയപ്പോഴത്തേന് കർത്താവ് വീണ്ടും എന്നോട് സംസാരിച്ചു. ഈ 3 ചർച്ചും പേരന്റ് ചർച്ചിനോട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ ദൈവസന്നിധി ഇരുന്നു. കർത്താവ്, ഞാൻ നിന്നെ ലോകത്തിലേക്ക് അയക്കാൻ പോവാ. കേരളത്തിന്റെ പല ഭാഗത്ത്, അതുപോലെ ഗുജറാത്തിൽ വൽസാഡ്, വാപ്പി, വ്യാര, അതുപോലെ അരുണാചൽ പ്രദേശിൽ, അങ്ങനെ ചൈനയുടെ ബോർഡറിൽ ട്രൈബ്സിൽ തിന്നുന്നവരുടെ ഇടയ്ക്ക്. ഹല്ലേലൂയ. അതുപോലെ പഞ്ചാബിൽ, അമൃത്സറിൽ, ഹൗറയിൽ, അതുപോലെ ഹിമാചൽ പ്രദേശിൽ, പത്താൻകോടിൽ, മിഡിൽ ഈസ്റ്റ് ഫുള്ള് കർത്താവിനെ അയച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ
ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അസാധാരണ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ അൺസീൻ റിലത്തിൽ നിന്ന് സീൻ റിലത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ റിസീവ് ചെയ്യാൻ സാധ്യമാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനം പറഞ്ഞു, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത്, ആമേൻ, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുക്കുകയും പിന്നെയോ ഹി അബോളിഷ്ഡ് ഡെത്ത് ആൻഡ് ബ്രോട്ട് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ആമേൻ. ഹി അബോളിഷ്ഡ് ഡെത്ത്. നമ്മളെല്ലാവരും പറയും മരണം അവസാനം, മരിക്കാറായി, ഇനി ഒരു രക്ഷയില്ല, ഇനി കുറച്ച് നാളൂടെ ഉള്ളൂ ജീവിക്കുക. ഇല്ല, നിന്റെ മരണം ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ ആ കയ്യിലുണ്ടല്ലോ, അതൊരു സ്വാഗതമാണ്. ഹല്ലേലൂയ. അതൊരു ഹല്ലേലൂയ സ്വീകരണമാണ്. കാരണം നീ ഈ ലോകത്തിൽ നിന്ന് വിട്ട് അടുത്തൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുക. എന്നാളും ജീവിക്കുന്ന ഒരു ലോകത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും കർത്താവ് ഈ രാജ്യങ്ങളിലൂടെ എല്ലാം നടത്തി. ഇന്ന് ഞങ്ങൾ വീണ്ടും ആ മലാഡ് മാൽവാനിൽ കർത്താവിൻ്റെ കൃപയാൽ ഒരു ഹിന്ദി മീറ്റിങ്ങിൽ അനേക വ്യക്തികളെ വീണ്ടും നേടി. 2022 മുതൽ വീണ്ടും കർത്താവിൻ്റെ ഒരു കൂട്ടായ്മ അവിടെ നടത്തുന്നു. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രയർ സപ്പോർട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും വേണ്ട, നിങ്ങളുടെ പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് ഓർക്കുമ്പോൾ മതി. ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഹി അബോളിഷ്ഡ് ഡെത്ത്. എബ്രായർ ലേഖനം 2:14 പറയുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയിട്ട് മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ അവൻ വിടുവിച്ചു. ആമേൻ. ഹി അബോളിഷ്ഡ് ഡെത്ത് ആൻഡ് ബ്രോട്ട് ലൈഫ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവൻ ജീവനെ നമുക്ക് വാങ്ങിച്ചു തന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. അപ്പോൾ ആർക്കും ഒരു ഇരുട്ടിനും കീഴടക്കാൻ പറ്റാത്തൊരു വെളിച്ചത്തിൽ വസിക്കുന്ന ജീവനാണ് എൻ്റെ യേശുവിൽ വ്യാപരിച്ചത്. ഈ ജീവൻ നമ്മുടെ അകത്തേക്ക് വന്നാലുണ്ടല്ലോ, ഈ ജീവനുമായിട്ട് ചെല്ലുന്നിടത്തൊക്കെയും അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഈ ജീവനുമായിട്ട് ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രോഗി സൗഖ്യമാകും. ഈ ജീവനുമായിട്ട് ഒരു ദാരിദ്ര്യമുള്ള ഒരുവന്റെ ഭവനത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അത്ഭുതം നടക്കും. വഴി നിങ്ങൾ അന്വേഷിക്കേണ്ട, എൻ്റെ കർത്താവ് അവിടെ അത്ഭുത വഴി ഒഴുക്കും. ഹല്ലേലൂയ. അത്രയും വലിയ ചെങ്കടലിന്റെ മധ്യത്തിൽ ഒരു വഴി ഒരുക്കാവുന്ന കർത്താവിനാണോ ഈ ചെറിയ നിസ്സാര സംഗതിയുടെ വഴി ഒരുക്കാൻ? ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വലിയ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഇത്രയും വലിയ ചെങ്കടലിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരു ചെറിയ വടിയാ അതിന് ഉത്തരവെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ നിങ്ങളുടെയും വായി കിടക്കുന്ന നാക്കാണ് നമ്മുടെ പ്രശ്നത്തിന് ഉത്തരം. പ്രശ്നം ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ രണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ്. മനസ്സിലായോ? വിടുതലും അനുഗ്രഹവും ശാപവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. സോ ബി അലേർട്ട്. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴും ഒരു ചിന്തിച്ചിട്ട് മാത്രമേ പറയാവുള്ളൂ. ആമേൻ. അതാ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ. നമ്മളെപ്പോഴും മെഡിറ്റേഷനിലായിരിക്കണം. നമ്മുടെ അകത്ത് എപ്പോഴും കർത്താവിൻ്റെ കൃപ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ബസ്സിലിരിക്കുമ്പോഴും പോകുമ്പോഴും നടക്കുമ്പോഴെല്ലാം എല്ലാം നമ്മൾ കാണുന്നെങ്കിലും അകത്തെ മനുഷ്യൻ ഇങ്ങോട്ട് ശക്തിപ്പെട്ട് വരണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്നും ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവനായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം, ഹല്ലേലൂയ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ നമ്മുടെ ഉള്ളിലാ ശക്തി ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലാ. ഈ ഡൈനമ കണ്ടുണ്ട്? ഡൈനമ ഇല്ല, പുരുഷന്മാർ കണ്ടിട്ടുണ്ട്, സ്ത്രീകൾ കണ്ടില്ല. സൈക്കിളിന്റെ. ഹല്ലേലൂയ. ഈ ഡൈനമയുടെ അകത്താണ് ശക്തി, പുറത്താണ് ശക്തി? അകത്ത്. പിന്നെ ഇതെങ്ങനെയാ ശക്തി പുറത്തോട്ട് വരുന്നത്? പിന്നെ കറക്കണം അല്ലേ? അതിനെ കറക്കാൻ വേണ്ടി നമ്മൾ ടയർ ചവിട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശക്തി നമ്മുടെ അകത്താണ്. ഹല്ലേലൂയ. നമ്മുടെ വായിലൂടെ വരുന്ന അന്യഭാഷ ആ ശക്തിയെ പുറത്തോട്ട് കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മുടെ അന്യഭാഷ ശക്തിയെ പുറത്തോട്ട് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇത്രയും വലിയ ചെങ്കടലിനെ ഒരു വടി കൊണ്ട് കർത്താവ് കൽപ്പിച്ച് അതിനെ നിവർത്തിയെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അന്യഭാഷ ഉണ്ടല്ലോ, സാഹചര്യങ്ങളെ മാറ്റും, പ്രതികൂലങ്ങളെ മാറ്റും, വിഷമങ്ങളെ മാറ്റും. ഹല്ലേലൂയ. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കും. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം.
സമാധാനം ഉണ്ടാകുമ്പോഴാണോ സന്തോഷം ഉണ്ടാകുന്നത്, അതോ സന്തോഷം വരുമ്പോഴാണോ സമാധാനം ഉണ്ടാകുന്നത്? പറ, വെള്ളം കുടിക്കട്ടെ. സമാധാനം വരുമ്പോൾ സന്തോഷം വരും. മാറരുതിനി. ബൈബിൾ എടുത്തു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ വായിച്ചാട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആമേൻ. ഇപ്പോഴോ സന്തോഷം കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ നിന്റെ ആവശ്യം പറഞ്ഞാൽ മതി പ്രാർത്ഥനയായിട്ട്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന കർത്താവിൽ സന്തോഷിച്ചാൽ മതി. എങ്ങനെ സന്തോഷിക്കും? കർത്താവ് തന്നതിനായിട്ട് നന്ദി, കർത്താവെ ഉള്ള ഭവനത്തിനായിട്ട് നന്ദി, ഉള്ള വാഹനത്തിനായിട്ട് നന്ദി, കർത്താവ് ഉള്ള ഭാര്യയ്ക്കായിട്ട് നന്ദി, ഉള്ള ഭർത്താവിനായിട്ട് നന്ദി, ഉള്ള കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദി, ഉള്ള സമ്പത്തിനായിട്ട് നന്ദി, ഉള്ള ജോലിക്കായിട്ട് നന്ദി. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്തിലായതുകൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും പറയുക? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2022 കഴിഞ്ഞിട്ട് ഈ രാജാവ് ഫണ്ട് അങ്ങോട്ട് റിലീസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ, ചുമ്മാ ആരെങ്കിലുമൊക്കെ പറയുന്നത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തു. ഗവൺമെൻറ് കംപ്ലീറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്തു. ലോകം മുഴുവൻ ഭയങ്കര റിസഷനാണ്. ലോകത്തിന് റിസഷൻ ആയിരിക്കാം, പക്ഷെ നമുക്ക് റിസറക്ഷനാ. ആമേൻ. നമുക്ക് ഉയർത്തെഴുന്നേൽപ്പാ. ലോകത്തിന് പ്രശ്നമായിരിക്കാം, പക്ഷെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പാ. ആമേൻ. എന്നാ മോനെ, ഞാൻ വെച്ച് എൻ്റെ തലയിഞ്ഞ് റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ ഹല്ലേലൂയ കൂട്ടായ്മ ആചരിക്കാനായിട്ട്. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, ഉള്ളതിനായിട്ട് നന്ദി പറയണം. ഒരു ചെറിയ വട ഉണ്ടാക്കി എനിക്ക് തന്നാ മതിയെന്ന് ആര് പറഞ്ഞു? ഏലിയാവ് പറഞ്ഞു. അവൾ ആദ്യം ഒന്ന് ചിന്തിച്ചു, പിന്നെ അത് ഉണ്ടാക്കി സന്തോഷത്തോടെ ദൈവപുരുഷൻ അങ്ങ് കൊടുത്തു. ആ ക്ഷാമം തീരുന്നിടം വരെ അവളെ ക്ഷേമമായിട്ട് കർത്താവ് പോറ്റി. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കഥ പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നത്. കർത്താവ് ഇന്ന് ഹല്ലേലൂയ നിങ്ങളെ ചിന്തിപ്പിക്കത്തക്കവണ്ണം ഈ വചനം പറയുന്നെങ്കിൽ അവൻ്റെ വിളിയും തിരഞ്ഞെടുപ്പേനും ഉറപ്പാക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ നാഴിക അടുത്ത് വരുന്നതേ ഉള്ളൂ. ആമേൻ. കർത്താവ് പറഞ്ഞതുപോലെ. ആമേൻ. ദൈവമക്കളെ, 3-ാമത്തെ വചനം 2 പത്രോസ് 1:3. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്യാവുന്നതാണോ? ഉറപ്പാണോ? ചെയ്തിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, എവിടെ താമസിക്കും, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, അവരുടെ വിവാഹം, റാപ്ചർ വരെയുള്ള സകല ലീനേജിന് വേണ്ടത് മുഴുവനും ഒരുക്കി തന്നെന്നല്ലേ എൻ്റെ അർത്ഥം? ആണോ? വിശ്വസിച്ചുകൊണ്ടാണ് ഈ ആമേൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ വിശ്വാസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് പറഞ്ഞാലും സ്തോത്രവും പറയും, ആമേൻ പറയും. അത് നമ്മുടെ തല റിലേ പോലും ചെയ്യാതെ സംഗതി അങ്ങ് വന്നോളും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മുടെ ഈ ഓഡിയോയും വീഡിയോയും തമ്മിൽ മാച്ചാകത്തില്ല. പിടികിട്ടിയല്ലോ? ഓഡിയോയും വീഡിയോയും തമ്മിൽ മാച്ച് ആകത്തില്ല. നമ്മൾ കർത്താവേ ഭയങ്കര പ്രാർത്ഥനയാ, എന്നാൽ നിന്റെ അതരം ദൈവത്തെ സ്തുതിക്കുന്നു, എന്നാൽ നിന്റെ മനസ്സകന്നിരിക്കുന്നു. വീഡിയോ അവിടെ വേറെ പിക്ചർ അവിടെ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇന്ന് വൈകുന്നേരം എന്നാ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയെങ്കിലും ഭർത്താവിനെ നിർബന്ധിച്ച് സവോരി ഹോട്ടലിൽ കൊണ്ടുപോകണം, ഹല്ലേലൂയ, പോയി നല്ല ഫുഡ് കഴിക്കണം, ഇന്ന് ബഫേ ഉള്ള ദിവസമാണോ. നമ്മൾ പക്ഷെ ഭയങ്കര പ്രാർത്ഥനയാ, കർത്താവേ നെഞ്ചത്തടിച്ച് ഭയങ്കര നിലവിളിയാ. ബി കെയർഫുൾ. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ വരെ എൻജോയ് ചെയ്യുന്നു. അതാ ദൈവവചനത്തിൻ്റെ പ്രത്യേകത. സ്തോത്രം.
അപ്പൊ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. ആരാ നമ്മെ വിളിച്ചത്? യേശു. തന്റെ മഹത്വം എന്ന ഹല്ലേലൂയ ഈസ് എ റേഡിയൻസ് ഓഫ് ഹിസ് ലൈറ്റ് ആൻഡ് എക്സ്പ്രസ് ഇമേജ് ഓഫ് ഗോഡ്. എബ്രായർ 1:3 പറയാ, അവൻ ഹല്ലേലൂയ ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും തന്റെ ശക്തിയുള്ള വചനത്താൽ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. സ്തോത്രം. കൊലോസ്യർ 1:15 പറയാ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. ദൃശ്യമാകട്ടെ അദൃശ്യമായതാകട്ടെ, അദൃശ്യമായതാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, സകലതും അവനായിട്ടും അവന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ബൈ ഹിം ആൻഡ് ഫോർ ഹിം. ആമേൻ. കൊലോസ്യർ 1:20 വചനം പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുള്ളതും തൻ്റെ പുത്രനെ കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. റിക്കൺസൈൽ ചെയ്യുവാൻ, നിരപ്പിക്കാൻ, നിരപ്പാക്കുവാൻ, ഒറ്റ സെയിം അലൈൻമെന്റിൽ നമ്മളെയും പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തെയും ഒറ്റ ലൈനിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പിതാവ് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് അകന്നിരിക്കുന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു അല്ലേ? റോമർ 3:23. എന്നാൽ 3:10 പറയുകയാണ്, ഒരുവൻ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. പിന്നെ നമ്മളൊക്കെയോ? നമ്മളൊക്കെ അന്വേഷിക്കുന്നത് നമ്മുടെ കാര്യത്തിനാ. മനസ്സിലായോ? നമ്മുടെ കാര്യത്തിന്. കർത്താവ് വീട് പണിയണം, നാട്ടിൽ പോകണം, വണ്ടി വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, പിള്ളേർ എഡ്യൂക്കേഷൻ, ഇങ്ങനെ കുറെ ലിസ്റ്റ് കൊടുത്തിട്ട് നമ്മളങ്ങ് പോവുക. എന്നാൽ ജീവനുള്ള ദൈവത്തോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ജീവനുള്ള ദൈവത്തിന് നമ്മുടെ മുഴുവൻ കേട്ടിട്ട് തിരിച്ച് മറുപടി പറയണമെന്ന് തോന്നത്തില്ലേ? അങ്ങനെ പറയുന്ന മറുപടി കേൾക്കാൻ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളിതെല്ലാം കൊടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് നിന്ന് പോകുന്നത് പോലെ നമ്മൾ സിമ്പിളായിട്ട് ചാടി എഴുന്നേറ്റ് നമ്മളങ്ങ് പോകും. ഇപ്പോൾ പിന്നെ ഓൺലൈനിലായതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജുകൾ കേൾക്കാം. ഒരേ സമയം തന്നെ 4-5 പാസ്റ്റേഴ്സിൻ്റെ മെസ്സേജ് കേൾക്കാം. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? വല്ല പിടുത്തമുണ്ട്? ചുമ്മാ തട്ടിപ്പാ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതമൊക്കെ മഹാപൊള്ളയാ. കം ടു ദ പോയിന്റ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് മാറണമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. അതായത് പ്രോവേർബ്സ് 8:17 മുതൽ വചനം എഴുതിയിരിക്കുക, വൺ ഹു സീക്ക് ഡിലിജന്റ്ലി ദോസ് ഹു ഫൈൻഡ് മീ. എന്നെ ശുഷ്കാന്തിയോടുകൂടി എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. എൻ്റെ കയ്യിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. എൻ്റെ കയ്യിൽ നീതിയും, അത് ഞാൻ ന്യായത്തിൻ്റെ പാതയിൽ നടക്കുന്നു. വസ്തുവകൾ ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. അവിടെ എൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ തമിഴ് ബൈബിൾ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ അറിയാം, അതികാലയിലെ എന്നെ അന്വേഷിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ബാങ്ക് വിളിക്കുന്ന കേട്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് ഇടയ്ക്ക് പറയുന്നൊരു വാക്കുണ്ട്, അതായത് ഉറക്കത്തെക്കാളും നല്ലത് പ്രാർത്ഥനയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്കത് അറബി അതിന് മനസ്സിലാകാത്തതാ, പക്ഷെ അവരെ വിളിച്ച് പറയുക, ദൈവത്തിൻ്റെ വചനം അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടാന്നറിയോ? ഹല്ലേലൂയ. മറ്റുള്ളവർ കോപ്പി പേസ്റ്റ് അടിച്ച് അതവർ ഉപയോഗിക്കുന്നുണ്ട്. കോപ്പി പേസ്റ്റ് മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അവരിത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഗ്രന്ഥത്തെ, സ്തോത്രം, ഹല്ലേലൂയ, ചിലരത് ഉറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുക. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതൊന്നും എടുത്ത് നോക്കിയാൽ തന്നെ അന്നേരം തന്നെ ആദ്യത്തെ വചനം വായിക്കുമ്പോൾ തന്നെ ഫ്യൂസ്. ആമേൻ. അങ്ങനെയെങ്കിലും അവർക്കത് പ്രയോജനപ്പെടുന്നുണ്ടല്ലോ. അതാ എനിക്ക് ഏറ്റവും വലിയ ഹല്ലേലൂയ. കാരണം ഡോക്ടേഴ്സ് ഇൻസോംനിയ പേഷ്യൻസിന് പകരം ഡോക്ടർ എഴുതി കൊടുക്കുന്നത് റീഡ് എവറി ചാപ്റ്റർ ഇൻ എവറി ഡേ. ആമേൻ. അപ്പം ആ ഒരു പരുവത്തിലായി ഇപ്പം നമ്മുടെ പോക്ക്. ദൈവമക്കളെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനം അത് ജീവനും ചൈതന്യമുള്ളതാ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാ. സദ്യമഞ്ചകളെ തുളച്ചിറങ്ങി സകല ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ഈ വചനം നമ്മൾ ചിന്തിക്കുന്നത് പോലും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള വചനമാണ്. ആമേൻ. അപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഹല്ലേലൂയ. കർത്താവിൻ്റെ വിളിയാൽ, അവൻ്റെ മഹത്വത്താൽ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവന് വേണ്ടതും ഭക്തിക്ക് വേണ്ടതും മുഴുവനും ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് എനിക്കൊരു വചനം തന്നു. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിപ്പീൻ. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള വചനമാണ്. അവിടെ എഴുതിയിരിക്കുന്ന evil not eviling, rendering not rendering, contrary we call for the inheritance of blessing, so you bless them.
ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലെസ്സിങ് എന്ന പൈതൃകമായിട്ട്. എങ്ങനെ? നമ്മൾ അധ്വാനിച്ചതല്ല. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ പാപത്തിനും രോഗത്തിനും ശാപത്തിനും ബലഹീനതയ്ക്കും തകർച്ചയ്ക്കും ദാരിദ്ര്യത്തിനും വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചത്, അതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അനുഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ സൗഖ്യം നമ്മളിൽ വന്നെങ്കിൽ, വിശ്വാസം നമ്മളിൽ വന്നെങ്കിൽ, ഇതെല്ലാം സൗജന്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരമുള്ള വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. കാരണം ഇവിടെ വചനം പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിപ്പീൻ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഭാരമുണ്ടായിരുന്നത് എൻ്റെ പിതാവായിരുന്നു. അതൊക്കെ ബ്ലെയിം ചെയ്യല്ല. കാരണം സമ്പന്നനായ ഒരു പിതാവ് പണം തരാതെ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഒത്തിരി പ്രശ്നങ്ങളായി, കടമായി, ബാധ്യതയായി. അവസാനം ആ വീടിൻ്റെ മേളിൽ അറ്റാച്ച്മെൻറ്റ് വന്നതുകൊണ്ട് അദ്ദേഹം അതെല്ലാം കൊടുത്തു തീർത്തു. എൻ്റെ വിദ്യാഭ്യാസം ബ്രേക്കായി. എൻ്റെ എയർഫോഴ്സിൽ ഇൻ്റർവ്യൂ കാർഡ് വന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. വിവാഹത്തിന് ഡ്രസ്സ് കൊണ്ട് കൊടുത്തു, അത് മുഖത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ. എൻ്റെ അകത്ത് ഇതിങ്ങനെ വലിയ ഹെവിനെസ് ആയിട്ട് കിടക്കുക. പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല, പക്ഷേ ഹെവിനെസ് ആയിട്ട് ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഓർത്തിട്ട് നമ്മളെല്ലാം മറക്കാനായിട്ട്, എല്ലാം പൊറുക്കാനായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഫോർഗീവ്നെസ് വാങ്ങിക്കും. പക്ഷെ ഇതൊന്നും മറന്നു കളയത്തില്ല. മനസ്സിലായോ? ഫോർഗെറ്റ് ചെയ്യത്തില്ല. നമ്മളെല്ലാം പറയും, ഞാൻ എല്ലാം മറന്ന് കർത്താവ് ആ വ്യക്തിയോടുള്ളതും ഈ വ്യക്തിയോടുള്ളതും എൻ്റെ ഭർത്താവിനോടുള്ളതും. പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേന് പഴയത് മുഴുവൻ എടുത്ത് വീണ്ടും ആ പുള്ളിയുടെ മുഖത്തോട് തന്നെ ഇടും. ശരിയല്ലേ? ഭർത്താക്കന്മാരോട് ചോദിക്കുക, ഇവരാരും നോക്കണ്ട. കറക്റ്റ്? സ്തോത്രം. അപ്പം നമ്മളത് വിട്ടുകളയുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിൽ ശുശ്രൂഷ തുടങ്ങിയിട്ട് പോലും ഈ ഹെവിനെസ് പോകുന്നില്ല. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാരണം അനുഗ്രഹം അനുഭവിക്കണ്ടേ? ഹല്ലേലൂയ. അങ്ങനെ 2009 തൊട്ട് 2015 വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ പിതാവിനെ ഒന്ന് വിളിച്ചു നോക്കി. അദ്ദേഹം ഷൗട്ട് ചെയ്ത് ഫോണിലൂടെ ഭയങ്കരമായിട്ട് ചീത്തയും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ യൗവനക്കാർ വിശ്വസിക്കുന്നത് പോലെ ഈ ബൈബിളൊന്നും വർക്കൗട്ട് ആകത്തില്ല. ഇത് ചുമ്മാ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്, കർത്താവ് ഇതിനൊരു മറുപടി വേണം. ആമേൻ. ഇന്ന് ഞാൻ ബോംബെ താമസിക്കുന്ന വീട്ടിൽ, അതേ സോഫയിൽ വന്ന് ഞാൻ മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരിക, നിന്റെ പിതാവ് നീ അങ്ങ് തകർന്ന് മനസ്സിനൊന്ന് വിഷണ്ണനായി ലോകത്തിൽ മാറ്റപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് നിന്നെ വിടുവിച്ചെങ്കിൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഈ ഭൂമിയിലെ പിതാവിനെ അനുഗ്രഹിക്കണമെന്ന് സ്വർഗത്തിലെ പിതാവിന് ആഗ്രഹമില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് നിന്റെ അനുഗ്രഹത്തിനല്ല, നിന്റെ പിതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആമേൻ. ഈ റെവലേഷൻ ലോകക്കാർക്കല്ല, ഇത് കർത്താവിൻ്റെ ആത്മാവ് ലഭിച്ചവർക്ക്, സ്നാനപ്പെട്ടവർക്ക്, അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയവർക്കാണ് ഇത് വെളിപ്പെട്ട് വരുന്നത്. കാരണം ഇത് പിതാവിൻ്റെ ചിന്തയാണ്, നമ്മുടെ ചിന്തയല്ല. നമ്മുടെ ചിന്ത മോശ പറഞ്ഞതുപോലെ ശത്രുവിനെ വെറുക്കുകയും കൂട്ടുകാരനെ സ്നേഹിക്കുകയും ചെയ്യുക. പക്ഷേ പിതാവ് പറയുന്നു, യേശു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കുകയും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആരാ നമ്മുടെ ശത്രു? പാകിസ്ഥാനോ? അല്ല. നമ്മുടെ ശത്രു നമ്മുടെ അകത്ത് കിടക്കുന്ന കയ്പ്, വിദ്വേഷം, പക, പിണക്കം, അസൂയ, ഭിന്നത. ആരാണ് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത്? വാക്കിനാലോ പ്രവൃത്തിയാലോ നോട്ടത്താലോ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന നമ്മുടെ സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ കണ്ണുരുട്ടി എന്ന് നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും പറയണമെന്നൊക്കെ അവർ ഉള്ളത്തിൽ തോന്നി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ നമ്മുടെ BP കൂടും അല്ലേ? നമ്മുടെ ശത്രു ആ വ്യക്തിയാണ്. നമ്മുടെ അകത്ത് ഹെവിനെസ് കൊണ്ടുവരുന്ന ഈ വിഷമം, ഡിപ്രഷനിലൊക്കെ ആയിപ്പോയ ആൾക്കാരുണ്ട്. അതാ നമ്മുടെ ശത്രു. അപ്പോൾ വചനം പറയുന്നത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടാ. നിന്റെ എതിരാളിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ എൻ്റെ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 6 വർഷം നടക്കാത്ത അത്ഭുതം. പിന്നീട് 3 വർഷം പ്രാർത്ഥിച്ചപ്പോൾ 2019 എൻ്റെ പിതാവ് എന്നെ വിളിച്ചിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേ ബോംബെയിൽ ഞാൻ ഇരിക്കുന്ന വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ച ഏത് സ്വഭാവമാണോ അതേ സ്വഭാവത്തിൽ വന്നിരുന്ന് എൻ്റെ സാക്ഷ്യം, എൻ്റെ വാമൊഴിയായിട്ട് അദ്ദേഹം കേൾക്കാനിടയായി. നിക്ക് ഞാൻ വിശ്വസിച്ച ഇതേ യേശുവിനെ എൻ്റെ പിതാവ് വിശ്വസിക്കാൻ കാരണമായി മാറി. സ്തോത്രം. 2019 ജൂലൈ മാസം 22-ാം തീയതി വന്ന് മടങ്ങിപ്പോയ എൻ്റെ പിതാവ് അതേ വർഷം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇനി നിങ്ങൾ പറയാം, കർത്താവ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വ്യക്തി ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തി രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ രീതി അങ്ങ് മാറ്റിക്കും. സ്തോത്രം. അതാര് വേണമെങ്കിലും ആകാം. ഇൻലോസ് ആകാം, പേരൻസ് ആകാം, ബ്രദേഴ്സ് ആകാം, ബോസ്, കൂടെ വർക്ക് ചെയ്യുന്നവർ, ആര് വേണമെങ്കിലും ആകാം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഭാരം കൊണ്ടുവരുന്ന വ്യക്തിയെ ഇന്നു മുതൽ കർത്താവെ അനുഗ്രഹിക്കുന്നു, 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 അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കര ഉയർത്തിയാട്ടെ.
അവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ. പിതാവേ, ഞങ്ങൾ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ കരമുയർത്തി എല്ലാ മക്കളെ മടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ, അങ്ങയുടെ മഹത്വം ഇവരോട് കൂടി ഇരിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ എല്ലാ മുറിവുകളെ മാറ്റി, വേദനകളെ മാറ്റി, അങ്ങ് ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് ഇവരൊരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പുത്തൻ അഭിഷേകത്തെ പ്രാപിച്ച് മടങ്ങുവാൻ തക്കവണ്ണം അങ്ങയുടെ കരം നീട്ടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. റിജോയ്സ് മിനിസ്റ്റർ നാമത്തിലുള്ള പ്രത്യേക നന്ദി വീണ്ടും അറിയിക്കുന്നു. കർത്താവ് കേട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ പാസ്റ്ററിനെ പോകേണ്ട സമയമായ തിടുക്കമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആമേൻ പ്രിയമുള്ളവരെ ഉത്സാഹ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിക്കാട്ടും. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ ആമേ എല്ലാവരെയും വഹിച്ച് ആമേ വിളിച്ച് രാജ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നതാ. ഹല്ലേലൂയ. ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി ഞങ്ങൾക്ക് ഹല്ലേലൂയ ദാനമായി ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലം ഞങ്ങൾക്ക് വരാവുന്ന ആപത്തിൽ രോഗത്തിൽ നിന്നൊക്കെ വിടിച്ച് കർത്താവെ നീ കാസൂക്ഷിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ വിശുദ്ധാരാധനയെ കൂടുവാൻ കർത്താവെ സഭയായി കുടുംബമായി ഒരുമിച്ച് കടന്നു വരുവാൻ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. ആരാധനയുടെ ആരംഭം മുതൽ കഥ ഈ സമയം വരെ നിന്റെ കൃപയും സാന്ത്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന ഹല്ലേലൂയ ദേമേ അപ്പച്ച ഇന്നത്തെ പാട്ട്, പ്രാർത്ഥന, സങ്കീർത്തനം കർത്താവെ ഹല്ലേലൂയ വർഷിപ്പല്ല കർത്താവെ പ്രത്യേകിച്ച് തിരുവചനം കർത്താവെ നിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹമാക്കി മാറ്റി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ ദേമേ ഇന്നത്തെ ഹാജന ഹല്ലേലൂയ ദേമേ ഞങ്ങളെ സംസാരിച്ചതിനായി സ്തോത്രം, ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നതാ. ആ സാക്ഷി ഞങ്ങൾക്ക് ഹല്ലേലൂയ അപ്പച്ച ഒരു അനുഗ്രഹമായി മാറിയതിനായി സ്തോത്രം ചെയ്യുന്നതാ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു ദേമേ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ ദേമേ നിന്റെ സന്നിധിയിലായിരിക്കാൻ ഹല്ലേലൂയ വരുവാൻ കർത്താവെ കടന്നു വരാൻ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. ഹല്ലേലൂയ. ലീഡ് കർത്താവെ ഷാജിബദനോദിക്ക് കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ശക്തിയോടെ ബലത്തോടെ ആരോഗ്യത്തോടെ കർത്താവെ കർത്താവിന്റെ സന്നിധിയിലാക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ആത്മാവിൽ സത്യത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ആരാധിപ്പാൻ വർഷിപ്പാൻ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. തന്റെ മകന്റെ വേലയിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി കടന്നു വന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ വചനം കർത്താവെ കർത്താവിന്റെ ദാസനിലൂടെ നീ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നതാ. ഹല്ലേലൂയ. ആ വചനത്തിൽ ഞങ്ങൾ ഒരു പടി കൂടി വിശ്വസിപ്പാൻ കർത്താവെ നീ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നതാ. ഹല്ലേലൂയ. ദൈവമേ കർത്താവിന്റെ വേലകൾ അനുഗ്രഹിക്കണം. കർത്താവിന്റെ ദാസന്റെ വേലകൾ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി കർത്താവെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച ഞങ്ങളെ കുടുംബമായി കർത്താവെ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ നീ ഒരുക്കിയ കൃപയ്ക്കായി കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെങ്കിലും ആവശ്യങ്ങൾ മധ്യം ഞങ്ങളുടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവിടെ ആവശ്യങ്ങൾ മധ്യം കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി പ്രയാസത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് രോഗത്തിന് ഒരു വിടുതൽ അയച്ചനായി സ്തോത്രം ചെയ്യുന്നതാ. ഞങ്ങൾ കടന്നു വന്നതുപോലെ അല്ല കർത്താവ് ഞങ്ങൾ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാൻ സഹായിക്കണമേ. അപ്പച്ച ഞങ്ങളെ ഹല്ലേലൂയ ആവശ്യങ്ങൾ മധ്യ എല്ലാം അനുഗ്രഹിച്ചനായി സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ദാസൻ പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവിന്റെ സ്ഥലത്തായിരുന്നു കർത്താവെ. എല്ലാത്തിനും നീ മറുപടി അയച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കർത്താവിന്റെ പാദത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. നിന്റെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ മധ്യ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മൾ കായ്സ്തോത്ര യേശു ക്രിസ്തുവിന്റെ അധികാരങ്ങൾ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ പിതാവേ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോൾ ആമേൻ ഹല്ലേലൂയ നമുക്ക് അർപ്പിക്കാനുള്ള സമയമാണ്. സ്തോത്ര ടൈമിൽ ആമേൻ നമ്മൾ കരങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് അർപ്പിക്കാനുള്ളത് എടുക്കാം. കർത്താവേ അങ്ങയുടെ നാമം ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കഥാവുദ്ധാനത്തിൻ്റെ ഒരു അംശം ഹല്ലേലൂയ അങ്ങ് തന്നതിൻ്റെ ഒരു അംശം ഹല്ലേലൂയ ഞങ്ങൾ ഈ സഭയിൽ ഇപ്പോൾ അർപ്പിക്കുമ്പോൾ സ്വർഗം അമർത്തി കുലുക്കി ഇവർക്ക് പ്രതിഫലം ധാരാളമായി മടക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവരുടെ മാവ് ഒഴിക്കുന്ന തൊട്ടി അനുഗ്രഹമായിരട്ടെ. ഹല്ലേലൂയ. ഇവരുടെ വയലുകൾ അനുഗ്രഹമായി തീരട്ടെ. തലമുറകൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ കർത്താവേ എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് കർത്താവേ എല്ലാ ആവശ്യങ്ങളുടെ മേലും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ കർത്താവേ ഇത് ആമേൻ അങ്ങയുടെ വയലിൽ ആമേൻ ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പാട്ട് പാടി നമുക്ക് സ്തോത്രം ചെയ്യണം. വിശ്വാസത്താലെ വാഴ്ചയേകി നിത്യം ചേർത്തവനേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആമേൻ നമ്മുടെ ലിസ്റ്റ് പ്രകാരം ഹല്ലേലൂയ ഇന്ന് ഈ ആഴ്ച ബർത്ത്ഡേ ഓർക്കുന്ന നമ്മുടെ മെവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സെപ്റ്റംബർ 1 മെവിൻ്റെ ബർത്ത്ഡേ ആണ്. ഹല്ലേലൂയ. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ 3-ാം തീയതി നാട്ടിലേക്ക് കടന്നു പോകുന്ന ചിക്കു മുമ്പോട്ട് കടന്നു വന്നാട്ട്. സ്തോത്രം. 5-ാം തീയതി നാട്ടിലേക്ക് കടന്നു വന്ന മിക്കമോളും കടന്നു വന്നാട്ട്. ആമീൻ. ബാക്കിയുള്ള നമ്മുടെ സഹോദരങ്ങൾ അടുത്ത ആഴ്ചയാണ്. ആമീൻ. നിമ്മി ഈ ആഴ്ച കടന്നു വന്നാട്ട്. സ്തോത്രം. ഇവിടെ എല്ലാ ദിവസവും കൂടെ മുമ്പോട്ട് കടന്നു വരാം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ബർത്ത്ഡേ ഓർക്കുന്ന മെവിൻ. ഹല്ലേലൂയ. അതുപോലെ ആമേൻ ചിക്കു. നമുക്കറിയാം ചിക്കുവിൻ്റെ മാരേജ് ഫിക്സ് ആയിട്ടുണ്ട്. അതിനായിട്ട് കടന്നു പോകുന്നു. മെക്കു കടന്നു പോകുന്ന നാട്ടിലായിട്ട്. അതുപോലെ നിമ്മി സ്തോത്രം തൻ്റെ മകളുടെ ആമേൻ നാളുകളായി നാം പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ച നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ആമേൻ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി കടന്നു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വിഷയങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് ജിംബദർ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല ഉച്ചയായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ. തന്ന നല്ല ആരാധനയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ തന്നെ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങൾ വെച്ച എല്ലാ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ യാത്രയാകുന്ന കർത്താവേ ചിക്കുനെയും മിക്കുനെയും അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം, മോശയോട് കൂടിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് മുമ്പായി പോകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി കർത്താവേ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങൾ ചിക്കുനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവന് കൊടുക്കാൻ പോകുന്ന കുടുംബജീവിതത്തിനായി സ്തോത്രം കർത്താവെ. ആ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളെയും ഞങ്ങൾ സ്തോത്രം പറഞ്ഞ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എൻഗേജ്മെന്റും കർത്താവെ, മാരേജ് സെറമണി എല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ. 2 പൈതങ്ങളെയും കർത്താവെ, ചിക്കുവിനെയും കർത്താവെ ബെത്സിയെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ധന്യമായ കുടുംബജീവിതം അവർക്ക് കൊടുക്കണം കർത്താവിന്റെ സകല വഴികളെയും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ യാത്ര കർത്താവെ സുഖമായ യാത്ര അവർക്ക് കൊടുക്കണം കർത്താവെ. കർത്താവെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മിക്കുനോട് കൂടി അങ്ങയുടെ സാന്നിധ്യം ഇരിക്കണം കർത്താവെ. ലെസ്റ്റയുടെ യാത്രയിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിപ്പോൾ കർത്താവെ നിമിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഈ ദിവസങ്ങളിൽ അവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാകിയാൽ, ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാകിയാൽ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് ഒരു മനസ്സോടെ കർത്താവ് ഞങ്ങൾ സഭയായി മകളുടെ ആവശ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ സാക്ഷ്യമായി കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ.
ഞങ്ങൾ കർത്താവേ ഈ ദിവസങ്ങളിലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബൈബിനായി സ്തോത്രം ചെയ്യുന്നു. അവനെ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയായിട്ട് ഞങ്ങൾ വെച്ച എല്ലാ വിഷയങ്ങളെയും സ്തോത്രം പറഞ്ഞ് ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇനി ഞങ്ങൾ കൂടി കാണും വരെയും സ്വർഗത്തിന്റെ കീഴിൽ സ്വർഗത്തിന്റെ മറവിൽ ഞങ്ങളെ കാക്കണം. ക്രൂശിന്റെ രക്തത്തിൽ ഞങ്ങളെ മറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. സ്തോത്രം സ്തോത്രം. ആമേൻ. എൽഡേഴ്സ് ആമേൻ നമ്മുടെ അവിടെ തന്നെ നിൽക്കണം. നമുക്ക് കാരണം ഒരു വിഷയങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂള് സൺഡേ തുടക്കുകയാണ്. സ്തോത്രം. എല്ലാ പൈതങ്ങളും മുമ്പോട്ട് കടന്നു വന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേൻ വന്ന കുഞ്ഞുങ്ങൾ വരാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അജിത്തെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യെസ് ലോർഡ്. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ കഴിഞ്ഞ 2 മാസം ദൈവമേ അവരുടെ അവധി കാലത്ത് നീ അവരെ ശ്രേഷ്ഠമായി നടത്തി ദൈവമേ. ആപത്ത് അനർത്ഥത്തിൽ നിന്നെല്ലാം വിടുവിച്ചു ദൈവമേ. യെസ് ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം. അനർത്ഥം വ്യസനമായി തീരാതെ നീ അവരെ കാത്തു ദൈവമേ. സ്തോത്രം ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമേ സൺഡേ മുതൽ ദൈവമേ അവർ ദൈവമേ സ്കൂളിൽ പോവാ ദൈവമേ. അപ്പാ ദൈവമേ നിന്റെ ഫേവർ അവരുടെ കൂടെ ഇരിക്കണം ദൈവമേ. യെസ് ദൈവമേ. അവര് ദൈവമേ ഇനി ലോകത്തിലെ പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ പഠിക്കുമ്പോൾ ദൈവമേ അവർക്ക് വേണ്ടി കൃപ കൊടുക്കണം ദൈവമേ. ഹല്ലേലൂയ. ദൈവമേ നിന്റെ മക്കൾക്ക് പലർക്കും ദൈവമേ സമയം കിട്ടുന്നില്ല അപ്പാ ദൈവമേ അവർക്ക് വേണ്ടി പ്രത്യേക ഫേവർ നീ കൊടുക്കണം ദൈവമേ. അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ തന്നെ അവരുടെ മനസ്സിലത് രജിസ്റ്റർ ആകട്ടെ. ഹല്ലേലൂയ. അവർ നന്നായിട്ട് പഠിക്കട്ടെ ദൈവമേ. അവരുടെ ഓരോ റൈറ്റിങ്ങിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും നിന്റെ ഫേവർ അവരുടെ കൂടെ ഇരിക്കട്ടെ ദൈവമേ. ടീച്ചറിന്റെ മേൽ ഫേവർ ഇരിക്കട്ടെ ദൈവമേ. നിന്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ ഫേവർ കൊണ്ട് പൊതിയട്ടെ ദൈവമേ. നിന്റെ സാന്നിധ്യം അവരുടെ കൂടെ പോട്ടെ ദൈവമേ. അവർ ബസ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും സ്കൂളിലൂടെ നടക്കുമ്പോഴും എല്ലാം നിന്റെ ഫേവർ അവരുടെ കൂടെ ഇരിക്കട്ടെ ദൈവമേ. യെസ് ദൈവമേ. ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ എൽഡേഴ്സും ഈ സഭ ഒന്നടങ്കം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമം ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. യെസ് അവർ ലോകത്തിൽ ഉന്നതരായി തീരട്ടെ. അവർ നിന്റെ നാമത്തെ ഉയർത്തുന്ന മക്കളായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് പോയിരിക്കാമല്ലോ. സ്തോത്രം. നമുക്കിപ്പോൾ ഒരു പ്രത്യാശ ഗാനം പാടി നമുക്ക് ഹല്ലേലൂയ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേയൊന്നും, ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സരഫത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. ക്ഷാമമേറ്റു സരഫത്തിൽ സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. കളത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കളത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാക്കകളെ നോക്കിടുവി വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകള പൂരയൊന്നും നിറയുന്നില്ല. കാക്കകളെ നോക്കിടു വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകള പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമേ
മനസ്സിലില്ലേ ഒന്നും ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇതുവരെ അനുഗ്രഹിച്ച ദൈവത്തിനൊക്കെ ഉപയോഗത്ത് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രത്യേകമായിട്ട് നമുക്ക് അഭിഷിക്തനെ വഹിക്കാം. നമുക്ക് ആശീർവാദം പറയാം. പിതാവ് പരിശുദ്ധനാമം ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും ആശീർവാദങ്ങളും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നാം ഇന്ന് കേട്ട വചനത്തിന്മേലും പ്രത്യേകമായിട്ട് ഈ ആഴ്ചകളിൽ നാട്ടിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ട് കുഞ്ഞെ മാരേജിൻ്റെ ശുശ്രൂഷകളോടും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരോടും അവരുടെ സ്കൂളിൽ യാത്രയാകുന്നതോടും എല്ലാത്തിനോടും കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രകാശങ്ങൾ ബിനിയാൻഡി. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ആമേൻ. ആമേൻ. സജീവങ്ങൾ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ജോസഫ് അങ്കിൾ. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്.